നമസ്കാരം. പ്രണയപ്പകയിൽ പങ്കാളികളെ ക്രൂരമായി കൊല്ലുന്ന കൗമാരക്കാർ, വാക്കുതർക്കത്തിൽ കത്തിയെടുത്ത് ജീവനെടുക്കാൻ മടിയില്ലാത്ത കൗമാരക്കാർ, സഹപാഠികളെ ജൂനിയേഴ്സിനെ ഞെട്ടിക്കുന്ന റാഗിംഗ് മുറകളിലൂടെ ദ്രോഹിക്കാൻ മടിയില്ലാത്ത കൗമാരക്കാർ. എത്ര കേസുകളാണ്, എത്ര സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്? തൃശൂരിൽ കൗമാരക്കാർ നടത്തിയ ക്രൂര കൊലപാതകം തൊട്ട് കഷായത്തിൽ കീടനാശിനി കലർത്തി ഗ്രീഷ്മ നടത്തിയ കൊലപാതകം വരെ ഈ ഒറ്റ ഗണത്തിലാണ്. ജനറേഷൻ സിയും ജനറേഷൻ ആൽഫയും അടങ്ങുന്ന പുതിയ തലമുറ കൊടും ക്രൂരത പഠിക്കുന്നത് വിർച്വൽ ലോകത്തെ കണ്ടുകൊണ്ടാണ്. ഈ ചർച്ച നയിക്കുന്ന എന്റെ വീട്ടിലുമുണ്ട് ഒരു ജനറേഷൻ ആൽഫ. സീനിയേഴ്സിന്റെ ക്രൂര റാഗിങ്ങും ജൂനിയേഴ്സിന്റെ പകരം വീട്ടലും, അത് പരാജയപ്പെട്ടാൽ ജീവനൊടുക്കലും കൊല്ലലുമെല്ലാം ഈ ലോകത്ത് സ്വാഭാവികമാണെന്ന് വിശ്വസിപ്പിക്കുന്ന റീലുകളും ഗെയിമുകളും കാണുന്ന, ചെറിയ വിഷമങ്ങൾക്ക് ചാറ്റ് GPT പരിഹാരം കണ്ടെത്തുമെന്ന് കരുതുന്ന ആൽഫമാരിൽ ഒരാൾ. ഈ ഒരു മണിക്കൂർ അവർക്കെല്ലാം കൂടി വേണ്ടിയാണ്, അവരുടെ രക്ഷിതാക്കളായ മുൻ തലമുറയ്ക്കും വേണ്ടിയാണ്. ജനറേഷൻ ആൽഫയ്ക്കും സിക്കും ക്രൈം എന്നതൊരു സാധാരണ വാക്കാണോ? കലിപ്പടങ്ങുന്നില്ലേ കൗമാരത്തിന്? പരിശോധിക്കുന്നു ഈ ഒരു മണിക്കൂർ. സ്വാഗതം. നമുക്കൊപ്പം പാനലിൽ ചേരുന്നു ടെക്നോളജി എക്സ്പെർട്ട് ശ്രീ സയ്യിദ് ഷിയാസ് മിർസ സ്റ്റുഡിയോയിൽ നിന്ന്, ഒപ്പം അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ ജയം റഹീം, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ്, സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ റോയ്, ഒപ്പം ജനറേഷൻ സെഡിന്റെ പ്രതിനിധി കൂടിയായ ഇൻഫ്ലുവൻസർ അസീലും നമുക്കൊപ്പം ചേരും. ആദ്യം ശ്രീ സയ്യിദ് ഷിയാസ് മിർസ, എല്ലാ കാലത്തും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് കഴിഞ്ഞു വരുന്ന കാലഘട്ടമാണ് എല്ലാ ക്രൂരതകൾക്കും ഇരകളാകുന്നത്, അല്ലെങ്കിൽ ആ ക്രൂരതകൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് അതൊരു പഴഞ്ചൻ ഒരു തത്വമാണ്. അതുമാത്രമാണോ ഇപ്പോൾ പറയേണ്ടത്? അതോ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ, പേടിപ്പെടുത്തുന്ന രീതിയിൽ കൗമാരക്കാർക്കിടയിൽ ക്രൈം സാധാരണ സംഭവമായി മാറുന്നുണ്ടോ? കേസുകളുടെ എണ്ണം അതനുസരിച്ച് കൂടുന്നത് ആ തരത്തിലാണോ വ്യാഖ്യാനിക്കേണ്ടത്? അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കാര്യം ഈ ജനറേഷൻ വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു സൈബർ സ്പേസിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പേസിൻ്റെ ഒരു വ്യാപനത്തോടുകൂടി ഉണ്ടായ ഒരു വ്യത്യാസമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു ഡിജിറ്റൽ സ്പേസിൻ്റെ വ്യാപനത്തോടുകൂടി വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഓഫീസിൽ പോയി ദിവസങ്ങൾ ക്യൂ നിന്ന് അല്ലെങ്കിൽ ദിവസങ്ങൾ നിന്നുകൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ വിരൽ തുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംവിധാനം, ഒരു സിസ്റ്റമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചില ഉപോൽപ്പന്നങ്ങളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ജനറേഷൻ ചേഞ്ച് എന്നുള്ളത് കൊണ്ട് ഇവിടെ താങ്കൾ ഉദ്ദേശിച്ചതെന്ന് പൂർണ്ണമായിട്ടും വ്യക്തമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അധ്യാപകൻ എവിടെയാണ് വഴി താഴ്ത്തി വെച്ചത്, അപ്പോൾ പോലീസ് വഴിയിടിക്കേണ്ടി വന്നു എന്ന് പല അധ്യാപക സുഹൃത്തുക്കൾ, ഞാനും ബേസിക്കലി അധ്യാപകനാണ്, പലരും പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്രൈമുകൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ ചില ബിഹേവിയറൽ ഇഷ്യൂസ് അത് ഈ കുട്ടികളിൽ കൂടുതലായിട്ട് പ്രകടമാകുന്നു എന്നുള്ളതാണ്. കാര്യം ഈ കുട്ടികളിൽ മാത്രമല്ലല്ലോ ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. കാര്യം നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്ന കമൻറ്റുകളും അല്ലെങ്കിൽ വരുന്ന ഉള്ളടക്കങ്ങളും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. അതായത് കോവിഡിന് മുൻപും കോവിഡ് അനന്തരമായിട്ടുള്ള ഒരു ലോകം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ലോകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു പരിച്ഛേദം തന്നെയാണ് ഈ ജനറേഷൻ അല്ലെങ്കിൽ ഈ താങ്കൾ ഉദ്ദേശിച്ച ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പേസിൽ അതുമൂലം ഉണ്ടായിട്ടുള്ള ചില ബിഹേവിയറൽ ഇഷ്യൂസ്, ആ ബിഹേവിയറൽ ഇഷ്യൂസിന് ഒരു എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് ആണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെന്ന് നമുക്ക് ഒരു പരിധി വരെ പറയാൻ സാധിക്കും. അപ്പോൾ അത് പ്രത്യേകിച്ചും കുട്ടികളെ അഫക്റ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളൊരു പുസ്തകം വായിക്കുന്നു, ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആ പുസ്തകത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ബുക്കിലെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഭാവനയ്ക്കനുസരിച്ച് അതിന് നിറം കൊടുക്കുകയും അല്ലെങ്കിൽ ആ ഒരു പുസ്തകം എഴുതിക്കാൻ, ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം എഴുതി കഴിഞ്ഞാൽ എഴുതുന്ന പല ആളുകളും അത് അവരുടേതായിട്ട് ഭാവനയിലാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഭാവനകൾ നഷ്ടപ്പെട്ട ഒരു ലോകമാണ്. കാര്യം ക്രിയേറ്റിവിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ റോഡിലേക്ക് വാഹനമായിട്ട് പോകുമ്പോൾ മറ്റൊരു വാഹനത്തിൽ പോയി മുട്ടിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരു കൊലപാതകം വരെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ വേൾഡിലേക്ക് കുട്ടികളെ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അത്തരത്തിൽ കുട്ടികളിലുണ്ടാകുന്ന ഒരു ബിഹേവിയറൽ ചേഞ്ചസ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അവരുടെ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള വളർച്ചയെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മുടെ സ്ക്രീൻ ടൈമിൻ്റെ വ്യാപനം അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ സ്ക്രീൻ ടൈമിൻ്റെ വ്യാപനം സ്വാധീനിക്കുന്നു എന്നുള്ളതിനുള്ളൊരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമെന്നാണ്. അതായത് ഇതൊരു ജനറലൈസ്ഡ് ആയിട്ട് ഒരു സമൂഹത്തെ പറയുന്ന കാര്യമാണ്, അതല്ലാതെ ഈ തലമുറ മുഴുവൻ ഇങ്ങനെയാണ്
എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ചില പോസിറ്റീവ് നോട്ടുകളൊക്കെ ഉള്ള ഒരു തലമുറകൾ കൂടിയാണ് ജെൻസി ആണെങ്കിലും ആൽഫ ആണെങ്കിലും. ഈ ഒരു ജെൻഡർ ഈക്വാലിറ്റിയൊക്കെ ഒരു പക്ഷേ അതിനു മുൻപുള്ള തലമുറകളെ വെച്ച് നോക്കുമ്പോൾ അത്തരമൊരു ഡിഫറൻഷിയേഷൻ ഇല്ലാത്ത ഒരു തലമുറ, അങ്ങനെ ഉള്ള ഒരു പോസിറ്റീവ് നോട്ടൊക്കെ ഉള്ള തലമുറകളല്ലേ അതിനെ ആ തരത്തിൽ കൂടി കാണണ്ടേ? തീർച്ചയായും. ഞാനിപ്പോൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് വരാൻ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു പരസ്യമുണ്ട്. അതായത് ഒരു ഏറ്റവും പുതിയ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു പരസ്യമാണ്. ആ പരസ്യത്തിൽ പിന്നെ 2-3 കുട്ടികൾ വന്നിട്ടാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നത്. ആ കുട്ടികൾ ഒരിക്കലും ആ 2 വീലർ യൂസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ആ കുട്ടികൾ വന്നിട്ട് അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മളെക്കാൾ, അതായത് പിന്നെ പ്രായമുള്ള ആളുകളെക്കാൾ കൂടുതൽ സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനമുള്ളത് കുട്ടികൾക്കാണ്, അല്ലെങ്കിൽ അവരാണ് അതിനെപ്പറ്റി കൂടുതൽ അറിവ്. ഒരിക്കലും ആ കുട്ടി 2 വീലർ ഓടിക്കാൻ പോകില്ല. പക്ഷേ അതിനെപ്പറ്റി ആ കുട്ടി പറയുമ്പോൾ സമൂഹം അതിന് അടിവര ഇടുന്നത് കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ അറിവുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ പോസിറ്റീവായുള്ള കാര്യമാണ്. അതിനെ എല്ലാവരും പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കാര്യം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒരു കുട്ടി എന്തിനാണ് രാവിലെ മുതൽ, താങ്കളുടെ കുട്ടി ചിലപ്പോൾ സ്കൂളിൽ പോകുന്നതായിരിക്കും, രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ കുട്ടി എന്തിനാണ് ക്ലാസ് റൂമിൽ സ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ഈ കുട്ടി പിന്നെ അത്രയും ദൂരം യാത്ര ചെയ്ത് സ്കൂളിൽ പോകുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള ഒരു തോന്നൽ കുട്ടിയിലുണ്ടാവുകയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാമൂഹികമായിട്ടുള്ളൊരു മാറ്റത്തിന് നമ്മൾ വിധേയമാകാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പം ഇത് തുടക്കം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കേരള സർക്കാർ തന്നെ DAD, അതായത് ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത്, ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംവിധാനം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുകയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള മീൻസ് ഒരു എന്താ പറയുന്ന ഒരു പിന്നെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റു പൊതുജനങ്ങൾക്ക് തെറ്റായ രീതിയിലുള്ള ഒരു പിന്നെ അവരുടെ ബിഹേവിയറിനെ ബാധിക്കുക എന്നുള്ളതല്ല, മറിച്ച് പോസിറ്റീവായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന മീൻസ് ഇതിനെ ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇത് ഒരു ബാലൻസിങ് എങ്ങനെയാണ് കൊണ്ട് നടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ തിരികെ എത്താം. ശ്രീ ഷിയാസ് മിർസ, ശ്രീ ജയം റഹീം, ഇത്രയ്ക്ക് പ്രശ്നക്കാരാണോ ഈ കുട്ടികളൊക്കെ? ഒരിക്കലുമല്ല. കാരണം ഇതിൽ ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നത്, കാരണം ഈ ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കുമെന്ന് പുതിയ തലമുറ, കാരണം ഇപ്പോൾ അടുത്തതിനിപ്പോൾ നമുക്ക് 2025 മുതൽ ജനറേഷൻ ബീറ്റ വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനറേഷൻ ആൽഫയ്ക്കും ഇസഡിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം അവർ പുതിയ തലമുറ, ഇപ്പോൾ ജനറേഷൻ ആൽഫ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഇപ്പോൾ ടാബ്ലറ്റ് ആയാലും മൊബൈലായാലും ഫോണോ, ഇതൊക്കെ അവർക്ക് കളിപ്പാട്ടങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന കാലമാണ്. നമ്മുടെയൊക്കെ കാലം അങ്ങനെയല്ല. നമ്മുടെയൊക്കെ ജനറേഷൻ എക്സിൽ വരുന്ന ജനറേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനറേഷനെ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അവിടെ തീർച്ചയായിട്ടും സമൂഹത്തിലെ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പാരൻറ്റിങ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം രക്ഷിതാക്കൾക്ക് ഒരുപാട് അതിൽ റോളുണ്ട്. പക്ഷേ ആ റോള് രക്ഷിതാക്കൾ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പോഴും പല രക്ഷിതാക്കൾക്കും നമ്മുടെ കുട്ടി സ്വന്തം കുട്ടി, ഇപ്പോൾ 1-2 കുട്ടികളാണ്, പണ്ടുള്ള കാലത്തെ ഒരു കുടുംബ വ്യവസ്ഥയല്ല ഇപ്പോഴും വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മുടെ കുട്ടികൾ, എൻ്റെ കുട്ടി തോൽക്കാൻ പാടില്ല, ഒരിക്കലും ഫെയിലുവർ അവനെ ബാധിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത, ഇപ്പോൾ ഒരു അധ്യാപനം എന്നുള്ളതൊക്കെ നമുക്കത് സ്കൂളുകളിലൊക്കെ ഒരുപാട് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വശത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമുക്കറിയാം, കാട്ടാക്കടയിൽ നമ്മുടെ ഈ അച്ഛനെ കൊന്ന ആ കുട്ടിയുടെ കഥ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, അവന് ചൈനയിൽ പിടിച്ച ആ കുടുംബം ഒരു ആവറേജ് ഫാമിലിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ചൈനയിൽ പഠിക്കാൻ വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് അവന് കൊച്ചിയിൽ സിനിമ കാണാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി 1.5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ അതിനെ എതിർക്കുന്നു, പക്ഷേ അച്ഛൻ അതിന് അനുകൂലമായിട്ട് പോവുകയാണ്. അപ്പോൾ അവൻ അത് പഠിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കുറച്ച് മാറ്റങ്ങൾ, ലഹരിയുടെ സ്വാധീനമാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ പാരൻറ്റിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കുട്ടികൾ ആവശ്യപ്പെടുന്ന എന്തും സാധിച്ചു കൊടുക്കുന്ന അവനൊരു പരാതി. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാലത്ത് 5-6 മക്കളുള്ള കുടുംബത്തിൽ വരുന്നതാകുമ്പോൾ സ്വാഭാവികം ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ഇല്ലായ്മകൾ, ഒരുപാട് ദാരിദ്ര്യം, ഒരുപാട് അത്തരത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചു വന്ന കുട്ടികളാണ് നമ്മുടെ തലമുറ. പക്ഷേ പുതിയ തലമുറയ്ക്ക് അത്തരത്തിലുള്ള കഷ്ടപ്പാട് അവർ വളരെ വേഗതയുടെ ഒരു കാലം കൂടിയാണ്. അപ്പോൾ ആ തരത്തിൽ പക്ഷേ അവർക്ക് ഒരുപാട് ഗുണങ്ങളുള്ള, അപ്പോൾ നമുക്ക് അധ്യാപനം എന്നുള്ള കുട്ടികളുടെ ഒരുപാട് നല്ല വശങ്ങൾ നമ്മളിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ പുതിയ ഈ പറഞ്ഞ മൊബൈലിൻ്റെ ഉപയോഗം, അഡിക്ഷൻ കുറേ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ഉപയോഗങ്ങളും പുതിയ തലമുറ ഒരുപാട് മാറ്റങ്ങൾ. പക്ഷേ അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന, നേരത്തെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന അതിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പത്രങ്ങൾ വായിച്ചതാണ്, ഒരു യൂട്യൂബ്, ഒരു ഓൺലൈൻ
പഠനമാധ്യമം. അവർ കുട്ടികളോട് ഉപദേശിക്കുന്നു, നിങ്ങൾ ഇനി പരീക്ഷ SSLC പരീക്ഷ ഇനി മാർച്ച് അല്ലെ +2 പരീക്ഷ നിങ്ങൾക്ക് മാർച്ചിലാണ്, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി, നിങ്ങൾ സ്കൂളിൽ പോകേണ്ട കാര്യമില്ല, സ്കൂളിൽ നിന്ന് എന്തിന് പോകുന്നു എന്നുള്ള തരത്തിലുള്ള ഉപദേശങ്ങൾ. അപ്പോൾ അതിൽ കുറേ വീഴുന്നതിൻ്റെ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആവുന്നതിൻ്റെ പ്രശ്നവുമുണ്ട്. അപ്പോൾ അതിനെ തിരുത്തി കൊടുക്കാനായിട്ട് രക്ഷിതാക്കൾക്ക് കൃത്യമായ ശ്രീ റഹീം, പല ക്രൈമുകളും ഇത്രയും വലിയ വിഷയമാണോ എന്ന് തോന്നുന്ന ഒരു ജനറേഷൻ അല്ലേ? അതായത് ഇപ്പോൾ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം പരിശോധനകളൊക്കെ സ്കൂളുകളിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ഇതൊരു കുറച്ചു കാലം മുൻപ് നമ്മുടെ ഒരു കാലത്തായിരുന്നെങ്കിൽ അതൊരു പക്ഷേ പേടിപ്പിക്കുന്ന കാര്യമാണ്, അതൊരു വലിയ സംഭവമാണ്. ഇതൊരു യൂഷ്വൽ റൂട്ടീൻ ചെക്കപ്പ് പോലെയാണ്, ഇതിൽ വലിയ വിഷയമല്ല, ഇതൊക്കെ ഉണ്ടാകാം എന്നുള്ളൊരു തോന്നലൊക്കെ ഒരു തലമുറയ്ക്ക് വരികയാണ്. അതായത് ഇതൊന്നും വലിയ കാര്യമല്ല, ഒരാളെ കൊല്ലുക എന്ന് പറയുന്നതും വലിയ കാര്യമല്ല എന്ന് ഉള്ള ഒരു തോന്നലിലേക്ക് ഒരു ജനറേഷൻ പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അത് സോഷ്യൽ മീഡിയ സ്വാധീനം ഒരു പ്രധാനമാണ്. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് പഴയ ഒരു സിനിമ നമ്മളെല്ലാം കണ്ടിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ട്, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, അങ്ങനെ ഒരു സിനിമയാണ്. ആ സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും കൂടെ ഒരു രംഗമുണ്ട്. ആ രംഗം മോഹൻലാൽ വളരെ അപൂർവം ഒരു ബിയർ കുടിക്കുന്ന, ഞാനും ബിയർ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ കൂൾ ഡ്രിങ്ക്സ് ആണ് അന്നത്തെ ആ കുപ്പിയുടെ കൂൾ ഡ്രിങ്ക്സ് ആണ് അതിന്. നമ്മുടെയൊക്കെ കോളേജ് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൻ്റെ അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് ഒരു കൂൾ ഡ്രിങ്ക്സ് 1 രൂപയ്ക്ക്, അന്ന് 1 രൂപയ്ക്ക് കിട്ടുന്ന കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൂട്ടുകാരുടെ ഇടയിൽ വലിയൊരു ആവേശമാണ്, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അന്ന് മോഹൻലാൽ ആ സിനിമയിൽ ഞാൻ ബിയർ കുടിക്കുന്നു എന്ന് പറയുന്ന ഒരു ആവേശത്തോടു കൂടി, വളരെ അത്ഭുതത്തോടു കൂടി പറയുന്ന സംഭവമാണ്. ഇന്നത്തെ ജനറേഷൻ നോക്കും, ഇപ്പോൾ സ്കൂൾ തലത്തിലായാൽ പോലും കുട്ടികളുടെ ഇപ്പോൾ ഓണാഘോഷങ്ങൾ, സ്കൂളിലെ ആനിവേഴ്സറി, പല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പോലും ഈ വാർഷികങ്ങൾ പോലും ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ. കാരണം അതിൽ ലഹരിയിലേക്ക് പോകുന്നു. അതിൽ ഒരു ലഹരിയുടെ തലത്തിലുള്ള മാഫിയകളുടെ സ്വാധീനം ഒരു പ്രധാനമാണ്. കുട്ടികളുടെ ലഹരി ഉപയോഗം അതിലൊരു പ്രധാന ഘടകം തന്നെ. അത് നമ്മൾ അതിനെ നിശബ്ദമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം റൂറൽ പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള കൃത്യമായിട്ട് അധ്യാപകർക്ക് അവയർനെസ് ഇപ്പോൾ സബ് ഡിവിഷൻ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പം നെടുമങ്ങാട് സബ് ഡിവിഷൻ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അത് പണ്ട് കാലത്ത് ലഹരി ഉപയോഗം ഉണ്ട്, പക്ഷേ അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നതിനെക്കാട്ടും വളരെ, ഞാൻ പറഞ്ഞില്ല, വേഗതയുടെ കാലമാണിത്. ആ കാലത്തിൽ എല്ലാം ഇപ്പോൾ സൈബർ ഇടമായാലും അതുപോലെ തന്നെ നേരത്തെ സാർ സൂചിപ്പിച്ച സൈബർ ഇടത്തിൽ പുതിയകാരുടെ കമൻറ്റുകളും കാര്യങ്ങളും അത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകളൊക്കെ വളരെ പെട്ടെന്നാണ്. നമ്മളൊരു സ്പ്രെഡ് ആവുന്നതിന് ഒരു പുതിയൊരു സംഭവം അല്ലെ, ഒരു ലഹരിയുടെ തന്നെ ഒരു പുതിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് ചെറുപ്പക്കാരുടെ കുട്ടികളുടെ ഇടയിലേക്ക് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ അവിടെയാണ് നമുക്ക് രക്ഷിതാക്കൾക്കുള്ള കൃത്യമായ അവയർനെസ്, ബോധവൽക്കരണം ഒരു പ്രധാന ഘടകം തന്നെയാണ്. രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ, കുട്ടികൾ വീട്ടിനകത്ത് കയറി എന്ത് ചെയ്യുന്നു, മണിക്കൂറുകളോളം, ഒത്തിരി കേസുകൾ അവിടെ വരുന്നുണ്ട്. മണിക്കൂറുകളോളം കുട്ടികൾ 12 മണി 1 മണി വരെ എൻ്റെ മകൻ മൊബൈൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലാണ് എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്ന രക്ഷിതാക്കളുള്ള കുടുംബങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത്തരത്തിൽ അവിടെ നമുക്ക് അധ്യാപകർക്ക് ഇടപെടാൻ കുറച്ച് പരിമിതികളും ഉണ്ട്. കാരണം സ്കൂൾ തല വൈകുന്നേരം വരെ കുട്ടികളെ കിട്ടുന്നുള്ളൂ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛനും അമ്മയും ചിലപ്പോൾ മൊബൈലിൻ്റെ ആ ഒരു സ്വാധീനത്തിൽ പോകുന്നവരാണെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കുട്ടികളുടെ വാശിക്ക് കുട്ടികൾക്ക് വേണ്ടി സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ഹൈസ്കൂൾ +2 തലം വരെ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു മൊബൈലിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല. കാരണം രക്ഷിതാക്കളുടെ മൊബൈൽ അതിന് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കുട്ടിക്ക് രക്ഷിതാക്കളുടെ ഫോൺ ഉപയോഗിച്ചാൽ പോലും അതിൽ തന്നെ രക്ഷിതാക്കൾക്ക് അറിഞ്ഞുകൂടാത്ത ഒത്തിരി സംഭവങ്ങൾ കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് പുതിയ കാലത്തിനനുസരിച്ച ബോധവൽക്കരണം, അത് സൈബർ ഇടമായാലും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗമായാലും അതിലൊക്കെ രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള ബോധം, കൃത്യമായിട്ട് അറിവ് ഇല്ലെങ്കിൽ ഈ അറിവ് അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് പുതിയ തലമുറ പോകുന്നുണ്ട്. പുതിയ തലമുറയ്ക്ക് എല്ലാം അറിയാം. അവർ ഓൺലൈൻ വഴി അവർക്കൊരു യൂട്യൂബ് സെർച്ച് ചെയ്താൽ. ഞാൻ പുതിയ തലമുറയോട് കൂടെ ചോദിച്ചിട്ട് വരാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടി അസീൽ നമുക്കൊപ്പം ഉണ്ട്. അസീൽ, ഈ ബൈക്ക് റേസിംഗ്, കാർ റേസിംഗ് മുതലായ കാര്യങ്ങൾ സ്കൂളുകളിൽ നടക്കുക, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ നടക്കുക, അതിൽ അപകടങ്ങൾ ഉണ്ടാവുക, അതിലൊന്നും വലിയ വിഷയമല്ല എന്ന് പ്രതികരിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അപ്പുറത്തേക്ക് ഒരാളുടെ കഴുത്ത് വെട്ടിയാലും അതൊന്നും വലിയ വിഷയമല്ല എന്ന് തോന്നുന്ന കുട്ടികൾ, ഒരു കടുത്ത റാഗിംഗ് നടത്തി ഒരു കുട്ടി മരിച്ചാൽ പോലും റാഗിംഗ് നടത്തിയവർക്കും അതൊരു ചെറിയ വിഷയമാണെന്ന് തോന്നുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ടാണോ ഈ വലിയ കുറ്റകൃത്യങ്ങൾ നിങ്ങളുടെ ഒരു ജനറേഷന് വലിയതേ അല്ല എന്ന് തോന്നുന്നത്? അതുകൊണ്ടാണോ? അസിൽ, അൺമ്യൂട്ട് ചെയ്യണേ, ഓഡിയോ മ്യൂട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ല? പറഞ്ഞോളൂ. ഇതിനകത്ത് നമ്മൾ ഈ വിഷയങ്ങൾ അപ്പം ചോദ്യത്തിൽ തന്നെ ഒരു അഡ്രസ് ചെയ്യുന്നത് പറഞ്ഞാല് നിങ്ങളൊരു ജനറേഷൻ ഇങ്ങനെ കരുതുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം വളരെ ചെറുതായിട്ട് നിങ്ങളുടെ ജനറേഷൻ കരുതുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യത്തിൽ തന്നെ വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ തലക്കെട്ട് തന്നെ അപകടകാരികളാണ്. അപ്പം COVID-19 അപകടകാരിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം അപകടകാരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അത് പറഞ്ഞാൽ ജെൻ സിയും ജെൻ ആൽഫി അപകടകാരിയാണോ എന്നുള്ളതിൽ നമ്മുടെ തലക്കെട്ടുകൾ പോലും വരുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന നമ്മളിപ്പോ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ഫാക്ട് എന്ന് പറയുന്നത്,
ഇത്തരത്തിലുള്ള റാഗിംഗ് കേസുകൾ ചിലപ്പോൾ ഇത്ര നിരന്തരമായിട്ട് നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ ഇത്രമേൽ ക്രൂരമായിട്ടുള്ള റാഗിംഗ് കേസുകൾ അല്ലെങ്കിൽ അക്രമങ്ങൾ മുൻപുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അത് നടന്ന സമയത്ത് ഒരുപക്ഷെ ഇത്രമേൽ വിജിലന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയോ മീഡിയ സ്പേസോ അല്ലെങ്കിൽ ഒരു ദൃശ്യം പകർത്തി കഴിഞ്ഞാൽ അത് മിനിറ്റുകൾക്കകം ലോകം മുഴുവൻ എത്തിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നില്ലായിരുന്നു. അത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഇത്ര നിരന്തരമായിട്ട് ഇത്തരം സംഭവങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കുറെ കൂടെ പുതിയതായിട്ട് നടക്കുന്നത്. പിന്നെ അഡ്രസ് ചെയ്യപ്പെടണം. ഈ പറയുന്ന അക്രമങ്ങളാണെന്നുണ്ടെങ്കിലും ഇതിനെ സിമ്പിൾ ആയിട്ട് കാണുന്നതാണെങ്കിലും അഡ്രസ് ചെയ്യപ്പെടണം. പക്ഷെ അതൊരിക്കലും ഒരു ജനറേഷൻ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ജനറേഷൻ മൊത്തത്തിൽ ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് കാണുന്നു എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റൂല. കാരണം നമ്മൾ കോളേജുകൾ കാണുന്നതാണ്, നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണുന്നതാണ്. ഇവിടെയൊക്കെ എത്ര മനോഹരമായിട്ട് പാലിയേറ്റീവ് കെയർ ആക്ടിവിറ്റികൾ നടക്കുന്നു, മറ്റ് ആക്ടിവിറ്റികൾ നടക്കുന്നു. പുതിയ കാലത്തിന്റെ കുട്ടികൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം പുതിയ ജനറേഷൻ മൊത്തത്തിൽ ഇത്രമേൽ ക്രൂരകൃത്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതിനകത്തുള്ളൊരു വേറൊരു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫാക്ടർ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറേഷൻ, ഇപ്പം നമ്മൾ പറയുന്നു ജെൻ ആൽഫയും ജെൻ 2K കിഡും അപകടകാരികളാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നു. അത് അങ്ങനെയാണെങ്കിൽ തന്നെ, അപ്പൊ ഞാൻ 3 വർഷമായിട്ട് സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, ഇതിനകത്ത് സൈക്കാട്രിസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ചർച്ചയിൽ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെ ആയാലും ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിക്ക് ബേസിക് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ടെമ്പറമെന്റ് എന്ന് പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുടെ പെരുമാറ്റമാണെങ്കിലും ആളുടെ ബിഹേവിയർ ആണെങ്കിലും പേഴ്സണാലിറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഷെയ്പ്പ് ചെയ്യപ്പെടുന്നത് ആളുടെ സറൗണ്ടിങ്ങിലാണ്, ആളുടെ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ആൾ ചുറ്റും കാണുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോ 2000-ൽ ജനിച്ച അല്ലെങ്കിൽ 2010-ൽ ജനിച്ച ഒരു കുട്ടി അപകടകാരി ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവനെ വളർത്തുന്ന 90-കളിലോ 80-കളിലോ 70-കളിലോ ജനിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ സറൗണ്ടിങ് സൃഷ്ടിച്ചിട്ടുള്ള ഈ ആളുകൾ, അവരുടെ സറൗണ്ടിങ്ങുകളിൽ കാര്യമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. എന്താണ് സോഷ്യൽ മീഡിയക്ക് ഇതിനകത്ത് റോൾ ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയക്ക് ഇതിനകത്ത് റോൾ ഉണ്ട്. പക്ഷേ അവിടെയും നമുക്ക് ഇതിന്റെ ഏകപക്ഷീയമായിട്ട് ഇതിനകത്ത് റോൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ലൈവുകൾക്കകത്ത് ഉപയോഗിക്കുന്ന ഭാഷകൾ മുതൽ ട്രോൾ പേജുകൾക്കകത്ത് ട്രോൾ ആണെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന ബോഡി ഷേമിങ്ങിന്റെയും ബുള്ളിങ്ങിന്റെയും ഭാഷകൾ മുതൽ അങ്ങനെ എല്ലാം അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഇത് മൊത്തത്തിൽ ഒരു ജനറേഷന്റെ പേരിലേക്ക് മാത്രം നമ്മൾ കൂട്ടിക്കെട്ടുമ്പോൾ യഥാർത്ഥത്തിൽ അത് അവിടെ നടക്കുന്നത് ഒരു ബ്ലെയിമിങ് മാത്രമാണ്. ഈ പ്രോബ്ലത്തെ എങ്ങനെ അഡ്രസ് ചെയ്യാം, ഈ വിഷയത്തിനെ എങ്ങനെ അഡ്രസ് ചെയ്യാം, ഇതിനകത്ത് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല. ഇപ്പൊ നേരത്തെ ചർച്ചയിൽ നിന്ന് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി കുറഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ കഷ്ടപ്പാടുകൾ പോലെ ഈ കുട്ടികൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, അതേപോലെ +2 വരെ ഒരു വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോണിന്റെ ആവശ്യമില്ല എന്നുള്ളതൊക്കെയാണ്. നമ്മൾ അതല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്. +2 വരെയുള്ള വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോൺ ആവശ്യമുണ്ട്, ആള് മൊബൈൽ ഫോൺ യൂസ് ചെയ്യട്ടെ. ആള് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ 10ാം ക്ലാസ്സിലും +2-ലുള്ള ഒരു കുട്ടി എങ്ങനെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യണമെന്ന് ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം പ്രാപ്തമാവുന്ന ഒരു സറൗണ്ടിങ്ങിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കണ്ട, അല്ലെങ്കിൽ +2 വരെ കുട്ടി പാരന്റിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ആളെ ലിമിറ്റ് ചെയ്യാൻ ഒരു കാര്യം അസില ചോദിച്ചോട്ടെ. ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഒരു പക്ഷേ ഒരു തന്ത വൈബ് ഉണ്ടാക്കുന്ന ഒരു പരാതിയൊക്കെ ആയിരിക്കാം ഈ ജെൻസിയും ജെൻ ആൽഫയും ഒക്കെ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോഴും സഹിഷ്ണുത കുറവല്ലേ? അതായത് ഒന്ന് കിട്ടിയാൽ തിരിച്ചടിക്കണം, അത് തിരിച്ചു കൊടുക്കാതെ പറ്റില്ല, അതാണ് ഹീറോയിസം, അല്ലെങ്കിൽ അതിലൊരു വല്ലാത്ത നാണക്കേടുണ്ട് എന്ന് തോന്നുന്ന ഒരു ഫീലിങ്സ് ഈ ജനറേഷനില്ലേ? അത് അല്ലെ? ഓക്കെ, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു ഫീലിംഗ് ഒരിക്കലും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പം അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെ വെക്കാം. അതായത് ഒരിക്കലും സഹിച്ചു നിൽക്കുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട് എന്ന് വെക്കാം. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2000-ൽ ജനിച്ച കുട്ടിയോ അല്ലെങ്കിൽ അതിനുശേഷം ജനിച്ച ആൽഫയിൽ ജനിക്കുന്ന കുട്ടിയോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആളുടെ സഹിഷ്ണുത ഇല്ലാതാകുന്നതല്ല. ആളെ വളർത്തിയെടുക്കുന്ന എൻവയൺമെന്റുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്തോന്ന് അറിയില്ല, ഇനിയുള്ള ചർച്ചകളിൽ അത് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സിനിമകൾ ആരാണ് ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ഈ സിനിമകൾ കാണുമ്പോഴും ആ കുട്ടി പോകുന്ന സിനിമകളായിട്ട് നമുക്ക് കാണാൻ പഠിക്കാം. അത് പഠിക്കണമെങ്കിൽ എവിടെ നിന്ന് പഠിപ്പിക്കണം? വിദ്യാലയങ്ങളിൽ നിന്ന് പഠിപ്പിക്കണം. നമ്മൾ 10 വർഷവും 20 വർഷവും മുമ്പുള്ള സിലബസ് ആണ് ഇപ്പോഴും കുട്ടിനെ പഠിപ്പിക്കുന്നത്. ഒരു സോഷ്യൽ മീഡിയ ലോകത്ത് എങ്ങനെ പെരുമാറണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്, പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് എങ്ങനെ ഒരാളെ വിമർശിക്കാൻ പറ്റും, ഒരു മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം, ഏത് സ്കൂളിലാണ് ഇത് പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ പോട്ടെ, ഇപ്പം ബിഹേവിയറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കുട്ടി നാസിസ്റ്റിക് ആവും, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും ബിഹേവിയറൽ ആയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരെ റാഗ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു, ഉണ്ട്, സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നതുമാണ്. അപ്പൊ കേരളത്തിന്റെ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ കുട്ടികൾക്ക് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കാനുള്ള സിസ്റ്റം നിലവിലുണ്ട്? ഈ കുട്ടികൾക്ക് ഒരു എൻവയൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മളിപ്പം പലപ്പോഴും ഈ ചർച്ചയിൽ പലതവണ പറഞ്ഞു,
ഇവിടെ കാലം വളരെ വേഗതയിൽ കടന്നു പോവാണെന്നുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗതയിൽ കടന്നു പോകുന്ന കാലവും ആ കാലത്തിന്റെ വേഗതയെ മനസ്സിലാക്കാതെ അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാതെ അതിന് പകരം ഈ കാലഘട്ടത്തിൽ പോകുന്ന കുട്ടികളെ ബ്ലെയിം ചെയ്യാൻ മാത്രം തയ്യാറായിരിക്കുന്ന കുറച്ച് ആൾക്കാരുമാണ്. അതിന് പകരം ആ കുട്ടിക്ക് കാലത്തിന് ഒരുമിച്ച് ഒപ്പം എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. അതിനുള്ള ഒരു എൻവയൺമെന്റ് ആണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. സഹിഷ്ണുതയുള്ള വിദ്യാർത്ഥിയെ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യല്ല വേണ്ടത്, അവർക്ക് എൻവയൺമെന്റുകൾ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ ഇവര് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ മൊബൈൽ ഫോണുകൾ ഒഴിവാക്കണമെന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഡ്രഗുകളെല്ലാം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം ആ കുട്ടിക്ക് സറൗണ്ടിങ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ചോദ്യങ്ങൾ എവിടെ എത്തും? പൈസ കൊടുത്ത് കളിക്കുന്ന ടർഫിനപ്പുറം ഇവരുടെ കളിക്കളങ്ങൾ എവിടെ പോയി എന്നുള്ളിടത്തേക്ക് ചോദ്യങ്ങൾ എത്തും. അത് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. വായിക്കാനും പറയാനും എഴുതാനും വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഇടങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ള ചോദ്യങ്ങൾ വരും. അതിനുള്ള ഉത്തരം കൊടുക്കേണ്ടി വരും. അതിനുള്ള ഉത്തരം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി ചുറ്റുമുള്ള മനുഷ്യന്മാരെ പറ്റി മനസ്സിലാക്കി തുടങ്ങും. കുട്ടി ബാക്കിയുള്ളവർക്ക് വേണ്ടി സഹിഷ്ണുതയോട് പെരുമാറാൻ തുടങ്ങും. നമ്മൾ കാണുന്നതല്ലേ ലോകത്തെ 10ാമത്തെ വയസ്സിലും 11ാമത്തെ വയസ്സിലും ഓൺട്രപ്രണേഴ്സ് ആവുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ നല്ല കോണ്ടന്റ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ? വഴിയിൽ ഒരാൾ വീണ് കിടക്കുമ്പോൾ അയാളെ സഹായിച്ചു കൊടുക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ? ഇതെല്ലാം ജനറേഷൻ 2K അല്ലെങ്കിൽ ജനറേഷൻ ആൽഫയും ആണ്. അപ്പൊ 2K കിഡ്സിനെ മൊത്തത്തിൽ ജനറേഷൻ ആൽഫയെ മൊത്തത്തിൽ നമ്മൾ അധിക്ഷേപിക്കുമ്പോൾ വഴിയിൽ റോഡ് സൈഡിൽ ഒരാൾ കണ്ണ് കാണാത്ത ഒരാൾ നിൽക്കുമ്പോൾ അയാളെ ചേർത്ത് അത് ഒരാൾ ഉത്തരവാദിത്തമാണ്. അതൊരു നന്മയൊന്നും മീൻ ഒരാൾ ചെയ്യുന്ന ഒരു ഔദാര്യം ഒന്നും അല്ല, അയാളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് കുട്ടികൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ജീവി റോഡ് സൈഡിൽ മരിച്ചു കിടക്കുമ്പോൾ ആ കുട്ടി ആ ജീവിയുടെ സൈഡിലേക്ക് വെക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഇതിനെ കുറെ കൂടെ ഇതിനെങ്ങനെ ഒരു നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതിനെ പറ്റി തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. ഡോക്ടർ മോഹൻ റോയ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഡോക്ടർ മോഹൻ റോയ്, വളരെ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ അസീൽ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇത് പറഞ്ഞു വരുമ്പോൾ തന്നെ എത്ര സ്പഷ്ടമായിട്ടാണ് ആ ഒരു ജനറേഷൻ കാര്യങ്ങൾ വ്യാഖ്യാനം. ഇങ്ങനൊരു ചർച്ച നടത്തുമ്പോൾ പോലും ആൽഫയെ അനുകൂലിച്ചൊരു നിലപാടിലേക്ക് പോകില്ലല്ലോ എന്ന് എന്നോട് ചോദിച്ച സുഹൃത്തുക്കളുണ്ട്. പക്ഷെ വീട്ടിൽ അങ്ങനെ ആ ഒരു തലമുറയിലുള്ള ഒരു കുട്ടി ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അസീൽ പറയുന്ന കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് നടത്തിയ കാലം ജനറേഷൻ എക്സിൻ്റേതാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ അബ്യൂസ് നടന്ന കാലം ജനറേഷൻ എക്സിൻ്റേതാണ്. ഏറ്റവും കൂടുതൽ വിവേചനങ്ങൾ നടന്നത് ജനറേഷൻ എക്സിൻ്റെ കാലത്താണ്. സിനിമകളിൽ സ്ത്രീകളെ താഴ്ത്തിക്കിട്ടുകയും അത്തരത്തിലുള്ള വാചകങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും എല്ലാം കയ്യടി കിട്ടിയത് ജനറേഷൻ എക്സിൻ്റെ കാലത്താണ്. അങ്ങനെയുള്ള ഒരു ജനറേഷൻ എക്സ് സൃഷ്ടിച്ചു വെക്കുന്ന സറൗണ്ടിങ്സിലൂടെ എങ്ങനെയാണ് ഞങ്ങൾ കളിക്കളങ്ങൾ കണ്ടെത്തുക? എന്ത് ചെയ്യും ഈ ടാബ്ലറ്റുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും അല്ലാതെ എന്ന് ചോദിക്കുന്ന ഒരു തലമുറയുടെ പ്രതിനിധിയായിട്ടാണ് അസീൽ സംസാരിക്കുന്നത്. കൗമാരക്കാരിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് കൗമാരക്കാരുടെ പ്രശ്നമാണോ, അതിന് മുൻപ് കടന്നുപോയ നമ്മുടെ തലമുറയുടെ പ്രശ്നമാണോ? അല്ല, ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോഴും ഇത്തരം ചർച്ചകളിലും ഒക്കെ കൗമാരക്കാർ കുഴപ്പക്കാരാണ്, കൗമാരക്കാർക്ക് പ്രശ്നമുണ്ടെന്ന് പറയും. അപ്പൊ ഇത് പറഞ്ഞത് കേട്ടാൽ തോന്നുന്നു ഈ കൗമാരക്കാർക്ക് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച വൈക്കോ എക്സിനോ ഒന്നും ഇവിടെ പ്രശ്നമില്ലെന്ന്. ഈ വൈക്കും എക്സിനും ഒക്കെ പ്രശ്നമുണ്ടെന്നേ, പ്രശ്നങ്ങളും ഉണ്ടായിരുന്നേ, അവരും പണ്ട് തൊട്ട് ഈ പ്രശ്നക്കാരായിരുന്നേ. ഇപ്പൊ പലപ്പോഴും ഒരു ക്യാമ്പസിൽ ഇപ്പോഴും സജീവമായി പഠിപ്പിക്കുന്ന, അതായത് 18 വയസ്സായി MBBS 1ാം വർഷം വരുന്ന വിദ്യാർത്ഥികളെ മുതൽ PG വിദ്യാർത്ഥികളെ ഉൾപ്പെടെ പഠിപ്പിക്കുന്ന ഒരാളെന്ന രീതിയിൽ പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതും പലരും പറയുന്നതും യഥാർത്ഥത്തിൽ ക്യാമ്പസിലെ ചില അക്രമങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഈ പഴയ ഇപ്പോഴത്തെ ഒരു വാക്ക് തന്നെ ഉണ്ടല്ലോ, തന്ത വൈബ് എന്ന് പറയുന്നത്, ഈ തന്ത വൈബിലെ എക്സ് കാണിച്ചത്രയും കുരുപ്പൊന്നും ഇവര് കാണിക്കുന്നില്ല എന്ന് പറയുന്ന പലരും സ്വന്തം അനുഭവം വെച്ച് തന്നെ പറഞ്ഞ ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ടതില്ല. പക്ഷെ ഇതിലൊരു ഗുരുതരമായ പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ ഗുരുതരമായ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത്. ഈ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നത്, ഇപ്പോ അസീൽ സംസാരിച്ചതുപോലെ, എന്തുകൊണ്ടൊരു കുട്ടി ഒരു സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോ ഞങ്ങളൊക്കെ ഈ പറയുന്ന കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴൊന്നും വികസിക്കാത്ത രീതിയിൽ ന്യൂറോ സയൻസ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ വികസിച്ചിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ ഈ പക്വത അല്ലെങ്കിൽ പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ 18 എന്നുള്ള ആ വയസ്സിനെയല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. നമ്മുടെ ഈ തലച്ചോറിന്റെ മുൻഭാഗം പ്രീ ഫ്രോണ്ടൽ ദളം എന്ന് പറയും. ഈ പ്രീ ഫ്രോണ്ടൽ ദളമാണ് നമ്മുടെ ചിന്തയെയും പ്രവൃത്തിയെയും വികാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാനും സമൂഹത്തിന്റെ രീതിക്കനുസരിച്ച് അപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറ്റാനും ഒക്കെ നമ്മെ സഹായിക്കുന്നു. ഇപ്പൊ ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ഇരിക്കുന്ന 4 പാനലിസ്റ്റുകളും അങ്ങ് ഉൾപ്പെടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 12 വയസ്സായ കുട്ടിയുടെ
അച്ഛനോ അമ്മയോ ആശുപത്രിയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുകയാണ്. ആ ആളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഔഷധം അവിടെ ഉണ്ട്. അത് അവിടുത്തെ ഫാർമസിയിൽ വെച്ച് പോയിരിക്കുകയാണ്, പൂട്ടിപ്പോയിരിക്കുകയാണ്. താക്കോലില്ല, പക്ഷെ ജനലിലൂടെ അവൻ ഈ മരുന്ന് കാണാം. അവൻ ഈ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് ഈ മരുന്നെടുത്ത് കൊടുക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ഓരോ ഉത്തരം ഉണ്ടാകും. അതിന്റെ ശരിയും തെറ്റും നമുക്കറിയാം, അതിന്റെ നീതിയും നിയമവും നമുക്കറിയാം. പക്ഷെ അത് നീതിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ഉത്തരം പറയുന്നത്? അപ്പൊ ഈ നീതിബോധം ഉൾപ്പെടെ ഈ കൗമാരക്കാർക്ക് അല്ല മുതിർന്നവർക്ക് പോലും ഉണ്ടാകുന്നത് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന്റെ വളർച്ചയും വികാസവും പൂർത്തിയാക്കുമ്പോഴാണ്. അത് ജൈവശാസ്ത്രപരമായി 23-നും 25-നും ഇടയിലാണ് പൂർത്തിയാകുന്നതെന്നാണ് ലോകവ്യാപകമായി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പല വികസിത രാജ്യങ്ങളിലും നിയന്ത്രിത ലഹരി, ലോകത്ത് നിയന്ത്രിത ലഹരിയും അനിയന്ത്രിത ലഹരിയും ഉണ്ട്. ഇന്ത്യയുടെ സാഹചര്യത്തിൽ അത് മദ്യവും സിഗരറ്റുമാണ്. കഞ്ചാവ് ഉൾപ്പെടെയുള്ളവ നമ്മുടെ ഇവിടെ അനിയന്ത്രിത അൺകൺട്രോൾഡ് ഡ്രഗ് ആണ്. അത് വാങ്ങാനുള്ള പ്രായം 23 നിജപ്പെടുത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം പോലും ഈ പ്രായത്തിന് ശേഷം ലഹരി തുടങ്ങിയാൽ, ഇതിന് ശേഷം ലഹരി തുടങ്ങണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൂഷ്യവശങ്ങളും മറ്റും ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും എന്നുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഇരിക്കെ കൗമാരക്കാരുടെ വയലൻസിന്റെ ഘടകങ്ങൾ എന്താണ്, ഇതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്ന് നോക്കുമ്പോൾ നമ്മൾ വ്യക്തിയിലുള്ളത്, അവരുടെ ചുറ്റുപാടിലുള്ളത്, അവരുടെ സമൂഹത്തിലുള്ളത് തുടങ്ങി പല പല കാരണങ്ങളുമുണ്ട്. ഒന്ന് കുട്ടിയിലുള്ള അല്ലെങ്കിൽ ഈ കൗമാരക്കാർക്കുള്ള കാരണങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന ശ്രദ്ധക്കുറവും പിരിപിരിപ്പും എന്ന് പറഞ്ഞ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, സ്വഭാവ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ നേരത്തെ ഈ പറഞ്ഞ ലഹരി വസ്തുക്കൾ അവർ ഉപയോഗിക്കുന്നതിന്റെ കാരണമുണ്ട്. ചില ആൾക്കാരിലെങ്കിലും ഈ സാമ്പത്തിക സാമൂഹ്യ പ്രശ്നങ്ങൾ അതിലേക്ക് നയിക്കുന്നതായി തെളിയിച്ചിട്ടുണ്ട്. തൊഴിലില്ലായ്മ ഉൾപ്പെടെ അവരുടെ സറൗണ്ടിങ്സ്, അവർ ഏത് സമൂഹത്തിൽ നിന്നാണ് വരുന്നത് അതിനൊരു സാമൂഹിക ശാസ്ത്രവുമൊക്കെ ഉണ്ട്. പിന്നെ ഇവർ എന്തുമാത്രം വയലൻസ് കാണുന്നു എന്നുള്ളതാണ്. ഈ വയലൻസ് കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ വളരെ രസകരമായ ഒരു നിയമമുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് സിനിമയിൽ എഴുതി കാണിക്കാമെന്ന് പറയുന്നുണ്ട്. അതെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി കാണിക്കാം. നിങ്ങൾ 2.5 മണിക്കൂർ സിനിമ എടുക്കൂ, 2.5 മണിക്കൂറിന് പൂർണ്ണമായി വെള്ളമണി മാത്രം കാണിക്കൂ, എന്നിട്ട് മദ്യപാനം ഹാനികരമാണെന്ന് എഴുതി വെക്കൂ. ആ സിനിമയ്ക്ക് ഇവിടെ അപ്രൂവൽ കിട്ടുമെന്നേ. ഇപ്പൊ മലയാളത്തിലെ അതുല്യ നടൻ ശ്രീ മോഹൻലാലിന്റെ ലൂസിഫർ എന്ന സിനിമയിൽ അദ്ദേഹം 666 എന്ന് പറയുന്ന ഒരു വാഹനം ഓടിക്കുന്നുണ്ട്. അത് ഏത് കാലത്തെ വാഹനമാണെന്ന് നമുക്കറിയാം, 10-30 വർഷം പഴക്കമുള്ള വാഹനമാണ്. ആ വാഹനത്തിൽ എഴുതി വെക്കുമ്പോൾ ആ വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇല്ല, അക്കാലത്ത് സീറ്റ് ബെൽറ്റ് ഇല്ല, പക്ഷെ നമ്മളുടെ വാണിംഗ് കാണിക്കുകയാണ് സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്തത് കുറ്റകരമാണെന്ന്. ഇത്തരത്തിലുള്ള അപക്വമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വയലൻസ്, കുട്ടികൾക്കെതിരായിട്ടുള്ള വയലൻസ് സിനിമകളിൽ കാണിക്കാൻ പറ്റില്ല. സെൻസർ ബോർഡിന്റെ നിയമമുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ കുട്ടിയുടെ തലയിൽ ഗ്യാസ് കുറ്റി അടിച്ചാണ് അത് കുട്ടിയെ കൊല്ലുന്നത്. അപ്പൊ ഇത്തരത്തിൽ വയലൻസ് നോക്കൂ. ഈ വയലൻസ് എന്ന് പറയുമ്പോൾ സിനിമയിലെ വയലൻസിനെ മാത്രം നിങ്ങൾ കുറ്റം പറയണ്ട. നമ്മൾ ഈ പറയുന്ന എക്സ്ജൻ, ഈ തന്ത വൈബുകൾ ഉൾപ്പെടെയുള്ളവർ കണ്ടിരുന്ന പഴയ ടോം ആൻഡ് ജെറി ഉണ്ട്. ടോം ആൻഡ് ജെറി എന്തുമാത്രം അക്രമാസക്തമാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ പൂച്ചയെ, ആ എലി, തിരിച്ച് എലിക്കാണ് കൂടുതൽ അടി കിട്ടുന്നതെന്ന് പറയും. ഈ എലിയെ ആ പൂച്ച എത്ര മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ വയലൻസ് ഉൾപ്പെടെ വയലൻസിനോടുള്ള സെൻസിറ്റിവിറ്റി അവരെ കുറയ്ക്കും. അതായത് തൊട്ട് മുന്നിൽ ഇത്തരത്തിലൊരു വയലൻസ് കാണുമ്പോൾ അവർക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷിയില്ലായ്മ. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരെ അടച്ചാക്ഷേപിക്കുന്നില്ല, അവരോടൊക്കെ പറയില്ല ഇതൊക്കെ കണ്ടിട്ട് സാറിന് എങ്ങനെ ഇവിടെ നിൽക്കാൻ തോന്നി എന്ന് പറയുന്നത് പോലെ അവർ ഈ വയലൻസ് കണ്ട് വയലൻസിന് എക്സ്പോസ്ഡ് ആയി അവരതിലേക്ക് പോകും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സമൂഹത്തിലുണ്ട്. അതുപോലെ അവരുടെ ചുറ്റുപാടുമുള്ള, അത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, പേരന്റിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ഉപയോഗം പരിശോധിക്കും. നോക്കൂ, നമ്മുടെ ഇടയിലുള്ള എത്ര പേരൻസിന് മൊബൈൽ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം? ഇതൊക്കെ പഠിച്ച് ലൈസൻസ് എടുത്തിട്ടാണോ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്? അതിൽ പേരന്റൽ കൺട്രോൾ സെറ്റിംഗ്സ് ഉണ്ട് എന്നുള്ളത് എത്ര പേരൻസിന് അറിയാം? നിങ്ങൾ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഉപയോഗിക്കുന്ന ഓരോ കാര്യവും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരുമെന്ന സെറ്റിംഗ് ഉണ്ട് എന്നുള്ളത് ഈ പാനലിലുള്ള എത്ര പേർക്ക് അറിയാമെന്നും പൊതുസമൂഹത്തിൽ എത്ര പേർക്ക് അറിയാമെന്നും നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ എത്രത്തോളം ഇടപെടുന്നു എന്നുള്ളത്, അത് കൂടുതൽ ഇടപെടുന്നതും കുറച്ചിടപെടുന്നതും കുഴപ്പമാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഈ പറയുന്ന പേരൻസിൽ ഉണ്ടാകുന്നത്, കുടുംബത്തിലുള്ള വയലൻസ്, കുടുംബത്തിലുള്ള തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, അതോടൊപ്പം സമൂഹത്തിലെ പ്രശ്നങ്ങൾ, ഈ ലഹരിയുടെ പ്രശ്നങ്ങള്, അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക സാമൂഹികമായ അരക്ഷിതാവസ്ഥകൾ, പിന്നെ അവിടുത്തെ നിയമങ്ങൾ, ഇത് ഉൾപ്പെടെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു കൗമാരന്റെ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇവിടെയുള്ള ആൾക്കാരുടെ കാലത്തൊക്കെ കൗമാരത്തിൽ നമുക്ക് കാണിക്കാൻ ഒരു മാതൃക ഉണ്ടായിരിക്കണം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ജോർജ് തോമസ് സാർ ആയിരിക്കും ഇതിൽ ഏറ്റവും മുതിർന്ന ആളെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറയണം. അദ്ദേഹത്തിന്റെ കാലത്ത് കുറച്ചുകൂടെ നല്ല മോഡലുകൾ ഉണ്ടായിരുന്നിരിക്കും. ശ്രീമാൻ സയ്യിദും നമ്മുടെ റഹീം സാറിന്റെയൊക്കെ കാലത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ വരെ തലമുറയായിരിക്കണം. സയ്യിദ് സാർ ആയിരിക്കും കുറച്ച് ചെറുപ്പം. ഞങ്ങളുടെയൊക്കെ സമയത്ത് മാതൃകൾ ഈ കുട്ടികൾക്ക് നമ്മൾ ആരാണെന്ന് മോഡലായി കൊടുക്കുന്നത്? ഒരു ലൈംഗികമായി അധിക്ഷേപിക്കുന്ന, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഇവിടുത്തെ പോച്ചകളെയാണോ, അതോ ആരെയാണ് ഇവർ മാതൃകയായി കാണിക്കുന്നത്? അതോ റീച്ചും ലൈക്കും കമന്റും വെച്ച് മാത്രം എന്തും കാണിച്ചുകൊണ്ട് മുന്നേറാവുന്ന തൊപ്പികളെയാണോ? അപ്പൊ ഇവർക്ക് എന്താണ് മാതൃക? അപ്പൊ ഇവരെ മാത്രം കുറ്റം പറഞ്ഞ് ഇത് വളരെ ഒരു എന്താ പറയാ, ഒരു ഏകമുഖമായ പ്രശ്നമാണ്. കൗമാരക്കാരെല്ലാം കുഴപ്പക്കാരാണ്, കൗമാരക്കാരുടെ പ്രശ്നമാണ് എന്ന് പറയാൻ എളുപ്പം.
ഏകമുഖമല്ല, ഇത് ബഹുമുഖമാണ് ഇതിന്റെ കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ പരിഹാരവും ബഹുമുഖമായിരിക്കും. അല്ലാതെ നമുക്ക് ഈ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ആൽഫയ്ക്കൊക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ എന്നാ പ്രശ്നം എന്നറിയാമോ? എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം അവിടെ ഇരിക്കുന്ന അപർണ കുറിപ്പും ടെക്നോളജി എക്സ്പെർട്ടും അധ്യാപകനും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരും സൈക്യാട്രിസ്റ്റും ഒക്കെ ഈ ജനറേഷൻ ആൽഫയിൽ നിന്നാണ് വരേണ്ടതെന്നുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ അവരെ നേർവഴിക്ക് നടത്തേണ്ടത്, ഈ നേർവഴി എന്താണെന്നുള്ളതിനെ കുറിച്ച് തന്നെ ചർച്ച നടക്കുന്ന കാര്യമാണ്. അപ്പൊ അവരെ മുന്നോട്ട് നയിക്കേണ്ട ചുമതല യഥാർത്ഥത്തിൽ നമുക്കുണ്ടെന്നേ. തീർച്ചയായിട്ടും അത് എവിടെ നിന്നാണ് ഇതിന്റെ പരിഹാരം കാണേണ്ടത്, എവിടെ നിന്നാണെന്നൊരു ചോദ്യം വരുമ്പോഴും കണക്കുകൾ പറയുന്നത് അനുസരിച്ച് കൗമാരക്കാർക്കിടയിൽ കേസുകൾ കൂടുകയാണ്. നേരത്തെ അസീൽ പറഞ്ഞ പോലെ കൂടുതൽ വിജിലന്റ് ആയിട്ട് ഒരു സമൂഹം ഇരിക്കുന്നത് കൊണ്ട് കൂടുതൽ കേസുകൾ വരാം. സ്ത്രീകൾക്കെതിരെയുള്ള അബ്യൂസ് കേസുകളും എണ്ണം കൂടുമ്പോൾ അതൊരു സമൂഹം വിജിലന്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. ഇതാണോ കാരണമെന്ന് പറയാൻ കൂടി നമ്മുടെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ ജോർജ് ജോസഫ് സാർ നമുക്കൊപ്പം ചേരും. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തമ്മിൽ ഭിന്നത. ശ്രീ ജോർജ് ജോസഫിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രൈം അവർക്ക് വിഷയമല്ലാതാകുന്നതിന് കാരണം സറൗണ്ടിങ് ആണ്, പാരന്റിങ് ആണ് എന്നുള്ള വിശകലനമാണ് അവരുടെ തന്നെ ജനറേഷന്റെ പ്രതിനിധി നടത്തുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയാൽ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ഈ പിടിച്ചു വാങ്ങുന്ന പാരന്റിനെ ഉപദ്രവിക്കുക. ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോഴും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ല ഇവരെ നേർവഴിക്ക് നടത്തേണ്ടത്, ഈ തരത്തിലൊരു ഫ്രീഡമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്ന് വിചാരിക്കുന്നതാണ് മിക്ക രക്ഷിതാക്കളും. അതായത് ഇങ്ങനെ ഒരു കേസുകൾ കൂടുന്നതിൻ്റെ കാരണം ശരിക്കും ആ തലമുറയാണോ അതോ അതിന് മുൻപുള്ള തലമുറയാണോ? പൊതുവെ കൗമാരക്കാർ അപകടകരമായി മാറുന്നു, അങ്ങനെ ഒരു കണക്കാണോ താങ്കൾക്ക് തോന്നുന്നത്? ഇല്ല, ഇതിനകത്ത് നമ്മുടെയൊക്കെ നിരീക്ഷണത്തിൽ ഇപ്പം ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടില്ല, അത് ആൻറ്റി റാഗിങ് ആക്ട് പ്രകാരം അത് പ്രോഹിബിറ്റ് ചെയ്ത കാര്യങ്ങളാണ്. എക്കോ വരുന്നുണ്ട്, എക്കോ. ഇതിൻ്റെ അർത്ഥം കേൾക്കാമല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ കുട്ടികൾക്ക് ആരെയും പേടിയില്ല. കുട്ടികൾക്ക് ആരെയും പേടിയില്ല. അവരെ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നത് തെറ്റിപ്പോയി. കാരണം എത്ര മാനസികമായ ആ വൈകൃതങ്ങളാണ് അവിടെ കാണിച്ചത്. അവർ ചെയ്തത് അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ വെയിറ്റ് കെട്ടി തൂക്കി. അത് തന്നെയല്ല, അവരുടെ ദേഹം മുഴുവൻ വരഞ്ഞ് കീറിയിട്ട് അവിടെ ഡെറ്റോൾ ഒഴിച്ചു. അവിടെ അതുപോലുള്ള പ്രവൃത്തി ചെയ്തു. പക്ഷെ തുടക്കത്തിൽ ഈ 5 കുട്ടികൾ ഇവരെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ചിട്ട്, പണം വാങ്ങിച്ച് അവർ വീട്ടിൽ നിന്ന് കൈ സൂക്ഷിച്ചിരിക്കുന്നോ അല്ലെ വീട്ടിൽ നിന്ന് അടിയന്തരമായിട്ട് വാങ്ങിച്ചതോ ആ പണം കൊണ്ട് ഈ 5 കുട്ടികളും മദ്യപിക്കുകയാണ്. അപ്പോൾ മദ്യപാനമാണ് തുടക്കത്തിൽ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിനുശേഷമാണ് ആ പണം കിട്ടാതെ വന്നപ്പോഴാണ് ഇവരെ ഈ കോമ്പസ് കൊണ്ടും അതുപോലെയുള്ള ചെറിയ ഇരുമ്പിൻ്റെ ഇതുകൊണ്ടും ശരീരം മുഴുവൻ അവർ കീറിയിട്ട് അവിടെ ഡെറ്റോൾ ഒഴിച്ചത്. ഇത് ഇവരുടെ മാനസിക വൈകൃതം തന്നെയല്ലേ കാണിക്കുന്നത്? ആരാണ് അതിൻ്റെ കുഴപ്പക്കാര്? നമ്മൾ സമൂഹത്തിനെ ഇങ്ങനെ ഓരോരുത്തരെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. പേരൻറ്റിങ് തന്നെയാണ്. മാതാപിതാക്കൾക്ക് കുട്ടികളെ ഭയമാണ്. അങ്ങനെ ഭയപ്പെടരുത്. കാരണം ഭയപ്പെട്ടിരുന്നവരുടെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ അടുത്ത ദിവസം. കാരണം പിതാവ് ജോസിനെ ഇവിടെ തിരുവനന്തപുരം റൂറല് നമ്മൾ കണ്ടല്ലോ. സ്വന്തം മകൻ അയാളെ തലക്കിട്ട് വെട്ടിയത് മാത്രമല്ല, പിന്നീട് അമ്മ വന്ന് നോക്കിയപ്പോൾ കഴുത്തറക്കുകയാണ്. അപ്പോൾ അത് മാനസിക വൈകല്യമായിട്ട് പോയി കഴിഞ്ഞു. ഇത് എന്തുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ല? അപ്പോൾ ചെറുപ്പം മുതൽ നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്ത് വരണം. അവരെ പണ്ടത്തെ പോലെ നമ്മളൊക്കെ വളർന്നു വന്ന പോലെ തന്നെ അവരെ അടി കൊടുത്ത് വളർത്തണമെങ്കിൽ അടി കൊടുത്ത് മാതാപിതാക്കൾ വളർത്തണം. അത് പേടിക്കരുത്. അധ്യാപകരും ഹൈക്കോടതിയുടെ ഒരു ഓർഡർ കിടപ്പുണ്ട്, അടി കൊടുക്കുന്നതിൽ മാനമായ രീതിയിൽ അല്ലെങ്കിൽ കഠിനമല്ലാത്ത രീതിയിൽ അടി കൊടുക്കുന്നത് തടസ്സമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, കേരള ഹൈക്കോടതി അടുത്ത കാലത്ത്. അപ്പോൾ അധ്യാപകർ അവരുടെ കർമ്മം നിർവഹിക്കുന്നില്ല. അവർ സംഘടനയായിട്ട് കോടതിയിൽ അവർ കേസും കളിച്ചിങ്ങനെ നടക്കുകയാണ്. അവർക്കൊന്നും കുട്ടികളോട് കമ്മിറ്റ് ചില അധ്യാപകർക്കുണ്ട്, ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. അപ്പം വീട്ടിൽ അവരുടെ ഗ്രൂമിങ് ശരിയാകുന്നില്ല.
അതിനുശേഷം സ്കൂളിൽ വന്നാൽ അല്ലെ കോളേജിൽ വന്നാലും ശരി, അവിടെയും ഗ്രൂമിങ് ശരിയാവുന്നില്ല. അധ്യാപകർക്ക് ഭയമാണ് കുട്ടികളെ. അവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം ആ യൂണിവേഴ്സിറ്റിയിൽ അവിടെ നടക്കണ എന്താണ് അത് നമ്മൾ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പം രാഷ്ട്രീയമായി എന്തിനാണ് ഈ രാഷ്ട്രീയക്കാരെല്ലാം അവരുടെ പാർട്ടി വളർത്താൻ വേണ്ടി ഈ കുട്ടികളെ ഉപയോഗിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൈക്കോടതി അത് നിരോധിച്ചിട്ടുണ്ട് നേരത്തെ. കാരണം കോളേജ് സ്കൂളുകളിലൊന്നും രാഷ്ട്രീയം നമുക്ക് വേണ്ട, അവർ പഠിക്കട്ടെ. അതേപോലെ അധ്യാപകരും ഇവരുടെ പേഴ്സണലായ എല്ലാ കാര്യത്തിലും ഇടപെടണം. എങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവൂ. നമുക്ക് ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. അപ്പം വീട്ടിലുള്ള അധ്യാപകരും അതുപോലെ വീട്ടിലുള്ള മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളുടെ കാര്യം ശ്രദ്ധ വേണം. അവർ ഇൻട്രാക്ട് ചെയ്യണം. നമുക്കിവരെ, കാരണം നമ്മളൊരു സ്കൂളിൽ, ഇപ്പോൾ ഈ കോട്ടയത്തെ സ്കൂളിൽ 100 വിദ്യാർത്ഥികൾ അവിടെ നഴ്സിംഗ് കോളേജിലൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ പഠിക്കുന്നവരുടെ 5%, 5-10 പേരാണ് ഈ ക്രിമിനൽ മൈൻഡുമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ക്രിമിനലായി പോയ ആ 5 വിദ്യാർത്ഥികൾക്ക് ഒരു സോഫ്റ്റ് കോർണർ ഇനി പാടില്ല. ആൻറ്റി റാഗിങ് കേസ് അനുസരിച്ചിട്ട് അവർ 2 വർഷത്തേന് അവരെ ശിക്ഷിച്ച് അവരെ ജയിലിടും. അവർ ക്രിമിനലായി കഴിഞ്ഞു. അവരെ നമുക്ക് നന്നാക്കി എടുത്തിട്ട് ഒരു പ്രയോജനമില്ല. നന്നാക്കാനുള്ള ഒരു ബാധ്യതയും നമുക്ക് ആർക്കും ഇല്ല. കാരണം അത് ചെറുപ്പം മുതലേ വഴിതെറ്റിപ്പോയ കുട്ടികളാണ്. പിന്നെ ഒരു ജോലി കിട്ടാനും വേണ്ടി മാതാപിതാക്കളെ എങ്ങനെയോ ഇവിടെ ഒരു നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം അവരെ ക്രിമിനലായി കഴിഞ്ഞിരിക്കുന്നു. കാരണം എത്ര വികൃതമായ കുറ്റമാണ് അവർ ചെയ്തത്. ഒരടിക്കോ തല്ലുവോ പിടിക്കുകയോ അല്ലേ ചെയ്തത്. പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ്, ഇത്തരം വലിയ റാഗിങ് നടക്കുമ്പോൾ, പണ്ടും ഈ സിനിമയിൽ പോലും റാഗിങ് കാണിക്കുമ്പോൾ അത് അത്രയും ക്രൂരമായ ഒരു കാര്യമായിട്ട് കാണിക്കുക, സമൂഹവും റാഗിങ് പ്രതികളെ ആ തരത്തിൽ കാണുക. ഇപ്പോൾ കാണുമ്പോൾ ഇതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് സ്വാഭാവികമാണെന്ന് കാണിക്കുന്ന സിനിമകൾ ഇറങ്ങുക. ഈ പുറത്തിറങ്ങുന്ന പ്രതികളും വലിയ കുറ്റം ഞങ്ങൾ ചെയ്തു എന്നല്ല, എന്തോ ഒരു ഹീറോയിസം കാണിച്ചു എന്ന മട്ടിൽ ഈ പുതിയ തലമുറ, ഈ പ്രതികൾക്കൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ്, ഇത് കാണുന്ന ഇപ്പൊ ജൂനിയേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇവരൊന്നും വലിയ ക്രിമിനലുകൾ അല്ല എന്നൊരു തോന്നലല്ലേ ഉണ്ടാവുക. താങ്കൾക്ക് തോന്നുന്ന പോലെ അവർക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു വ്യത്യാസമില്ലേ ഈ ക്രൈം സംബന്ധിച്ച്? അല്ലല്ല, ആ മൈനർ 18 വയസ്സിനകത്തുള്ള കുട്ടികളുടെ കാര്യം നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ട. അവരതിനകത്ത് തീരുമാനമൊന്നും എടുക്കണ്ട. അവർ തീരുമാനം എടുക്കണ്ട. കാരണം അവരങ്ങനെ ചിന്തിച്ചോട്ടെ. പക്ഷെ ഈ ആന്റി റാഗി അനുസരിച്ച് 2 വർഷം ശിക്ഷ നടപ്പാക്കണം. ഒന്ന്. രണ്ടാമത് അവരെ ഡിസ്മിസ് ചെയ്ത് കളയണം. അവർ കേരളത്തിൽ ഒരു സ്കൂളിലും പഠിക്കണ്ട. കാരണം ഇവിടെ കേരളത്തിൽ ഒരു സ്കൂളിൽ പഠിച്ച ഒരു ഹീറോയിസം ചമയുണ്ട് ഇവന്മാരും. അപ്പം ആന്റി റാഗി ആക്ട് അനുസരിച്ച് സെക്ഷൻ 3, 4 അനുസരിച്ച് ഇവരെക്കെതിരായിട്ട് കേസെടുത്താൽ 2 വർഷം ശിക്ഷയാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ഇത് സപ്രസ് ചെയ്ത ആ ടീച്ചേഴ്സ് പ്രതിയാണ്. ആന്റി റാഗിൻ്റെ അനുസരിച്ച് സെക്ഷൻ 5 അനുസരിച്ച് അവർ പ്രതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കാരണം കൈവിട്ടുപോയി നമ്മുടെ സമൂഹം, പിള്ളേരെല്ലാം കൈവിട്ടു പോയിരിക്കുന്നത്. ഇനി സ്ട്രിക്റ്റായ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുക മാത്രമേ ഇനി പ്രതിവിധിയുള്ളൂ. അല്ലാതെ നമ്മൾ പ്രസംഗിച്ച് കിടന്നിട്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസുകാരും അവർ ആന്റി ഡ്രഗ്സിന് എതിരായിട്ട് ക്ലാസ് എടുത്തിട്ട് ഒരു പ്രയോജനം ഇവിടെ നടക്കാൻ പോകുന്നില്ല. കാരണം അടിയോ തെറ്റിക്കിടക്കുകയാണ്. വീടുകളിലാണ് പ്രശ്നം. അത് വീടുകളിൽ അവരെ ചെറുപ്പം മുതലേ, നഴ്സറി മുതലേ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾ അവരുടെ എല്ലാ കാര്യത്തിലും 18 വയസ്സിൽ ഇടപെടണം. ഭയപ്പെടരുത് മക്കളെ. കാരണം ഭയപ്പെട്ടിട്ടാണല്ലോ അവരെല്ലാം കൊലപാതകം നടത്തി അപ്പനെയും അമ്മയും കൊല്ലുന്നത്. എന്തിനാണ് ഭയപ്പെടുന്ന മക്കളെ? അവരെ സ്നേഹിച്ച് വളർത്തുക. അത് അമിതമായി സ്നേഹിക്കേണ്ട. അവർ ചെലവാക്കുന്ന കാര്യത്തിന് കൃത്യമായ കണക്ക് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഴയ പോലെ റെസ്ട്രിക്ട് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു ഭാഗം അധ്യാപകരാണ്. ഒറ്റ സെക്കൻഡ് ശ്രീ ജോർജ് ജോസഫ്. അസീൽ, അതായത് ഈ വിഷയം രക്ഷിതാക്കളുടെയാണ്, വിഷയം അധ്യാപകരാണ്. നേരത്തെ പറഞ്ഞ ആ വിഷയം തന്നെ, അതായത് പേടിയാണ്, രക്ഷിതാക്കൾക്ക് പേടിയാണ്, അധ്യാപകർക്ക് പേടിയാണ്. അപ്പോൾ പിന്നെയുള്ള വഴി എന്ന് പറഞ്ഞത് അടിച്ച് വളർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം അത് ജനറേഷൻ എക്സും വൈയും നിങ്ങൾക്ക് തരുന്നതാണ്. ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കൊടുക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൽ ഒരു കട്ട് വരുത്തിയാൽ ഈ തലമുറ നന്നാകുമെന്നുള്ളൊരു സന്ദേശമുണ്ട്. അത് അംഗീകരിക്കുമോ? ഞാൻ ഇപ്പോ ലാസ്റ്റിൽ വന്ന പ്രതികരണം ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. നമ്മൾ അതിനകത്ത്
ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പാനലിസ്റ്റുകൾക്ക് ആർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ല. കാരണം അത്രമേൽ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അവർക്കെതിരെ ആക്ഷൻ എടുക്കണം. ഇത്തരത്തിലുള്ള ആക്ട് എടുക്കുന്ന എല്ലാവർക്കെതിരെയും ആക്ഷൻ എടുക്കണം. പക്ഷെ ആ പ്രതികരണത്തിൽ പറയുന്നത് മൊത്തം രാഷ്ട്രീയം നമുക്ക് തീരെ വേണ്ട ക്യാമ്പസുകളിൽ, നമുക്ക് പാരന്റ്സ് എല്ലാവരും പേടിക്കരുത്, പാരന്റ്സ് എല്ലാവരും അടിച്ച് വളർത്തണം, അല്ലെങ്കിൽ ഈ പിള്ളേരെല്ലാം പോയി, ഞാൻ അതേപോലെ തന്നെ കോട്ടിയാണ്, പിള്ളേരെല്ലാം പോയി എന്നുള്ള അതേ തന്നെ കോട്ടിയാണ്. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സത്യം പറഞ്ഞാൽ അതിനകത്ത് വന്നിട്ടുള്ളത്. അത് ശരിയല്ല. നമ്മൾ ഈ ജനറേഷൻ ആൽഫയെയും ജനറേഷൻ ഇസഡിനെയും മൊത്തത്തിൽ ഇവരെല്ലാവരും തെറ്റിക്കടക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇവരെ ഒരു കോളമാക്കി ഇവരെ എന്തോ വേറെ തന്നെ ഒരു പീസാക്കി മാറ്റി വെക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ആ പ്രതികരണത്തിനകത്ത് ഞാൻ ഇത്ര നേരം ഞാൻ കാത്തിരുന്നത് അതിനകത്ത് ഒറ്റ വാചകത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, അത് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതാണ്. നമ്മൾ ഇവർക്കെതിരെ ആക്ഷൻ എടുത്തു, പ്രശ്നം അവിടെ തീരുവോ? ഞാൻ മനസ്സിലാക്കുന്നു തീരില്ല. അത് തീരണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കണം. ഇനി ഇങ്ങനത്തെ ക്രിമിനലുകൾ ഇല്ലാതിരിക്കണം. അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ പാരന്റ്സ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. കാലം മുന്നോട്ട് പോയി. അവർക്ക് കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റണം. ഇവർക്ക് എന്താണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. കാലം മുന്നോട്ട് പോയി, കാലം സ്പീഡിൽ പോയി. നമ്മൾ പലതവണ പറഞ്ഞല്ലോ, ഈ കുട്ടികൾക്ക് തെറാപ്പി ആവശ്യമുള്ളവർക്ക് തെറാപ്പി കൊടുക്കാനുള്ള സൗകര്യങ്ങൾ കോളേജുകളിലും സ്കൂളുകളിലും വേണം. ഈ കുട്ടികൾ അഡിക്റ്റഡ് ഞാൻ നേരത്തെ പറഞ്ഞതിനെ ആവർത്തിക്കുകയാണ്. ഇവർ ഈ പറയുന്ന ഡിജിറ്റൽ ലോകത്തിന് അഡിക്റ്റഡ് ആവാതിരിക്കാൻ, ഒന്നിനും അഡിക്റ്റഡ് ആവുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഡിജിറ്റൽ ലോകത്തിന് അഡിക്റ്റഡ് ആവാതിരിക്കാൻ മറ്റ് സൗകര്യങ്ങളും സറൗണ്ടിങ്ങുകളും സെറ്റാക്കി കൊടുക്കണം. അല്ലാതെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇവരെല്ലാവരെയും അടിച്ച് ഇവർ നാളെ മുതൽ ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാൽ ഇത് എത്ര കാലം നിൽക്കുന്നേ? ഇപ്പൊ ഓക്കെ, നമ്മൾ ഡിഗ്രി അതിലൊന്ന് ഒരു ക്ലാരിഫിക്കേഷൻ. അധ്യാപകർ അടിക്കരുത് എന്ന്, അടിച്ചാൽ അത് വീട്ടിൽ പോയി പരാതി പറയുന്ന കുട്ടികളാണ് നിങ്ങളുടെ ഒരു തലമുറ. അധ്യാപകർ അടിച്ച് വളർത്താം, അല്ലെങ്കിൽ കുറച്ചൊക്കെ അടിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അടിക്കുക എന്നുള്ളതിലപ്പുറം നമ്മൾ അതിനകത്ത് ആ അധ്യാപകരുടെ മൈൻഡ്, അതിപ്പം നമ്മൾ ഇതിനെ അടിക്കുക എന്നുള്ളതിനെ പൂർണ്ണമായി അനുവദിച്ചു കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം താങ്കളൊരു മാധ്യമ സ്പേസിൽ ഇടപെടുന്ന ഒരാളാണ്. താങ്കൾ തന്നെ കേട്ടിട്ടുണ്ടാവും നിരവധിയായിട്ടുള്ള അധ്യാപകർ ഇത് ചൂഷണം ചെയ്യപ്പെടും. ഞാൻ പറയുന്നത് ലോകത്തിലെ എല്ലാ അധ്യാപകരും അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ അധ്യാപകന്മാരും നല്ല അധ്യാപകന്മാരും നല്ല മനസ്സുള്ളവരും ആയിക്കോളും നമുക്ക് വാശി പിടിക്കാൻ പറ്റൂല. ഇത് ചൂഷണം ചെയ്യപ്പെടും. അത് കാരണം മാത്രം ട്രോമയിലേക്ക് പോയ എത്ര കുട്ടികളുണ്ട്? അതിനാര് മറുപടി പറയും? ഇപ്പൊ നാളെ നമ്മൾ ഇവിടെ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരികയാണ്, എല്ലാ വിദ്യാർത്ഥികളെ നിങ്ങൾ അടിച്ചു പഠിപ്പിച്ചോ. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഞങ്ങളുടെ തലമുറയെ നല്ലോണം അടി കിട്ടിയവരാണ്, പക്ഷെ ഈ ട്രോമയിലേക്ക് പോയവരുണ്ട്, ട്രോമ മറികടന്നവരുണ്ട്. അതിജീവനം, സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് കരുതി വളരെ പെട്ടെന്ന് സാഹചര്യങ്ങൾ വരുമ്പോൾ പേടിക്കുന്നവരാണ് നിങ്ങളുടെ തലമുറ. അതെങ്കിലും മിനിമം അംഗീകരിക്കണ്ടേ? അല്ല, അത് അംഗീകരിക്കുക എന്നുള്ളതിലപ്പുറം തലമുറ പേടിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തലമുറക്ക് പേടിയുണ്ടെന്നോ തലമുറക്ക് സഹിഷ്ണുത ഇല്ലെന്നോ എല്ലാം ഞാൻ അംഗീകരിക്കാം. അത് അംഗീകരിക്കുമ്പോൾ ഈ പറയുന്ന ഈ ഇസഡിനും ആൽഫക്കും ഒക്കെ മുമ്പുള്ള ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അവരത് സ്ഥാപിച്ചെടുക്കുകയും അത് ബ്ലെയിം ചെയ്യുകയും ചെയ്യുന്നതിന് പകരം അവർ ചെയ്യേണ്ടത് ഇത് പുതിയൊരു തലമുറ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ. ഇവിടെ മാറ്റങ്ങൾ വേണമല്ലോ. ഓക്കെ, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറയുന്നു. അപ്പൊ മാറ്റങ്ങൾ വേണമല്ലോ. അപ്പം അവിടെ നമ്മൾ ചെയ്യേണ്ടത് ബ്ലെയിമിങ് അല്ല. അതിന് പകരം ഇപ്പം പെട്ടെന്ന് ഇതിനെ സഹിച്ചു നിർത്താൻ മാത്രം കഴിവില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കി കൊടുത്ത് അവരെ നല്ല മനുഷ്യരാക്കി വാർത്തെടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അതും ഈ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണോ? അല്ലല്ലോ. ഇവർക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. നമ്മുടെ സ്കൂളുകളിൽ എന്താണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോഴും സയൻസും മാത്തമാറ്റിക്സും മാത്രമേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? ആളുടെ സ്വഭാവത്തിന് വേണ്ടി, ആളുടെ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നുള്ളതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? കാലം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാവണ്ടേ? അല്ലാതെ ഞാൻ ഈ പറയുന്നതിന്റെ മൊത്തം നിങ്ങൾ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. സഹിഷ്ണുത ഇല്ലാന്ന് അംഗീകരിക്കാൻ തയ്യാറാണ്. ഈ സമൂഹം മൊത്തം തെറ്റിക്കിടക്കാന്ന് അംഗീകരിക്കാൻ തയ്യാറാണ്. അത് അംഗീകരിച്ചാൽ നാളെ മുതൽ ഇവിടുത്തെ മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവോ? ഇവിടുത്തെ സ്കൂളുകളിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവോ? ഇവിടുത്തെ കോളേജുകളിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവോ? ഇവിടെ അക്കാഡമിക് ആയിട്ടുള്ള ഇവിടുത്തെ മൊത്തം സിസ്റ്റത്തിനകത്ത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കാൻ, അവരുടെ ബിഹേവിയറിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ, കൃത്യമായിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്താൻ, അങ്ങനെ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള മാറ്റങ്ങളെ അതിനു വേണ്ടിയിട്ട് സംസാരിക്കാൻ നിങ്ങൾ ഈ കൗൺസിലിംഗ് സെഷനുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കൗൺസിലർമാരൊക്കെ സ്കൂളുകളിലില്ലേ? ഇപ്പൊ ഞങ്ങളുടെ ഒന്നും കാലത്ത് അങ്ങനത്തെ ഒരു വിഭാഗമേ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ കൗൺസിലർമാരൊക്കെ സ്കൂളുകളിൽ, ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല, ഇവരെ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്നാണോ പറയുന്നത്? ഇവർക്കൊന്നും നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ്? അല്ലല്ല, കൗൺസിലർമാർ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അത് ഞാൻ അതിനെപ്പറ്റി RTI എടുത്തിട്ടുള്ള ഒരാളാണ്. ഞാൻ കഴിഞ്ഞ 2022 മുതലാണെന്ന് തോന്നി ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ രേഖകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൊടുത്ത ഒരു വിവരാവകാശ രേഖ എന്ന് പറയുന്നത്, വിവരാവകാശ ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിൽ കോവിഡ് അനന്തരം കേരളത്തിന്റെ
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്ര വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ പോലും ക്രോഡീകരിച്ച രേഖ സർക്കാരിന്റെ കയ്യിലില്ല. കേരളത്തിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൗൺസിലിംഗ് സൗകര്യം ഉണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ചു, അതിന്റെയും ക്രോഡീകരിച്ച രേഖ സർക്കാരിന്റെ കയ്യിലില്ല. എനിക്ക് RTI ഒരു മറുപടി കിട്ടിയതാണ്. എന്നിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് എനിക്ക് മറുപടി അയക്കുന്നത്, ഓരോ സ്കൂളുകളാണ് എനിക്ക് മറുപടി അയക്കുന്നത്. ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ താൽക്കാലികമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിനൊരു സിസ്റ്റം വേണം, ഇതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണം, ഇതിന്റെ ഡാറ്റ നമ്മുടെ കയ്യിൽ വേണം, അങ്ങനെ സൗകര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. എന്നാലേ കാര്യമുള്ളൂ. ഒറ്റ കാര്യം കൂടി പറയാം, അതായത് നിങ്ങളുടെ കാലഘട്ടങ്ങളിൽ അത് ഇല്ലായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ കൺസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് പഴയ കാലഘട്ടങ്ങളിൽ കുട്ടികൾ കൺസ്യൂം ചെയ്തിരുന്നത് ബാലരമയിലും കളിക്കുടുക്കയിലും അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് മാഗസിനുകളിലും മാത്രമുള്ളതാണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴത്തെ കുട്ടികൾ കൺസ്യൂം ചെയ്തത് ലോകം മുഴുവൻ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് കൺസ്യൂം ചെയ്തതിനനുസരിച്ച് അത് എങ്ങനെ കൺസ്യൂം ചെയ്യണം, അതെങ്ങനെ ബിഹേവിയറിൽ കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അവബോധം വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത് പഴയ തലമുറയുടെ ഉത്തരവാദിത്തമാണ്. അത് മാറി എന്ന് ഈ കുട്ടികളെല്ലാവരും മോശക്കാരാണെന്ന് ബ്ലെയിം ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഇവരിൽ എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കണമെന്നല്ല, ശിക്ഷ മാത്രം കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ഇനിയുള്ള ആളുകൾ അങ്ങനെ അത്തരത്തിലുള്ള പാതകളിലേക്ക് പോവാതിരിക്കാനുള്ള മാറ്റങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഓക്കെ, റൈറ്റ്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം, ഒരു ചെറിയ ഇടവേള. വനമുദ്യോഗസ്ഥർക്കെതിരെ പ്രകോപന പ്രസംഗവുമായി മലപ്പുറം DCC പ്രസിഡന്റ്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകഴിഞ്ഞെന്ന് VS ജോയ്. ഇന്ന് വന്നത് കൊടിയുമായാണെന്നും നാളെ ചൂട്ടുകറ്റയുമായി വന്ന് വനം ഓഫീസ് ചുട്ടുകരിക്കുമെന്നും പരാമർശം. പൗരന്റെ ജീവിക്കാനുള്ള അവകാശം ചവിട്ടിമെതിച്ച് ഒരു ഉദ്യോഗസ്ഥനെയും വനം മന്ത്രിയെയും വിലസാൻ അനുവദിക്കില്ലെന്നും VS ജോയ്. ഭീഷണി പ്രസംഗം മലപ്പുറം പോത്തുകല്ല് കാത്തിരപ്പുഴ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ. മലപ്പുറം തേൾപ്പാറയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കരടി കൂട്ടിലായി. കരടി കുടുങ്ങിയത് കുറുമ്പ ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച കൂട്ടിൽ. വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് ജനവാസ മേഖലയിൽ ശല്യം രൂക്ഷമായതോടെ. നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കോതമംഗലത്ത് കടുവയുടെ ആക്രമണം നടന്ന സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. കടുവാ സാന്നിധ്യം കണ്ടെത്തിയത് വനത്തിനുള്ളിൽ മാത്രം. കടുവയെ കൂടുവെച്ച് പിടികൂടാനാകില്ലെന്ന് വനംവകുപ്പ്. ഫെൻസിംഗ് ഉടൻ പൂർത്തിയാക്കുമെന്നും അടിക്കാട് വെട്ടി വൃത്തിയാക്കുമെന്നും മലയാറ്റൂർ DFO. കോഴിക്കോട് മുക്കം കാരശ്ശേരിയിൽ പുലി. രാത്രിയിൽ തെരച്ചിൽ നടത്തി നാട്ടുകാർ. വല്ലാത്തായിപ്പാറയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യം ലഭിച്ചു. ദൃശ്യം കാട്ടുപൂച്ചയുടേതെന്ന് വനംവകുപ്പ്. സ്ഥലത്ത് പരിശോധന നടത്തി താമരശ്ശേരി റേഞ്ച് ഉദ്യോഗസ്ഥർ. കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പിലെ എല്ലാ വിഭാഗം മേധാവികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉന്നതതല യോഗം ഇന്ന്. മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ വനംവകുപ്പ് ആസ്ഥാനത്ത് യോഗം ഉച്ചയ്ക്ക് 2:30. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെ എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പിള്ളിയിലെ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കാൻ വനംവകുപ്പ്. ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി ചികിത്സയ്ക്കായി കോടനാട് പ്രത്യേക കൂട് നിർമ്മിക്കും. വീണ്ടും മയക്കുവെടിവെച്ച് കോടനാട്ടേക്ക് കൊണ്ടുപോകും. ആനയെ പിടികൂടാൻ കുങ്കി ആനകളെയും എത്തിക്കും. ദൗത്യം തുടങ്ങുന്നത് ശ്രീ സയ്യിദ് അമർസ, കൊടും ക്രൂരത നടത്തിയ, റാഗിംഗ് നടത്തിയ കുട്ടികളെ സസ്പെൻഡ് ചെയ്യണം, അവർ ശിക്ഷ കൊടുക്കണമെന്നാണ് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞത്. തൊട്ട് പിറകെ ആസിൽ അതിന് ഉത്തരവുമായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ നന്നാവും? അവർക്ക് സപ്പോർട്ട് സിസ്റ്റമാണ് വേണ്ടത്. ഇതുകൊണ്ട് എങ്ങനെ നന്നാകുമെന്ന് ചോദിക്കുന്നത് ഭയങ്കര ഗഹനമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് ചെറിയ ഒരു റെനോവേഷൻ വേണ്ട ഒരു ചോദ്യമല്ല. അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് ജനറേഷൻ Xനും Yനും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും. അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താണ്. ഞാൻ അവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ആളുകൾ വളർന്നു വരുമ്പോൾ അവരെ കൂടി ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് പോവാതിരിക്കാൻ അവരിൽ എന്തൊക്കെ റിഫോർമേഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അവർ ചെയ്തത് ക്രിമിനൽ ആക്ടിവിറ്റി ആണ് എന്ന് തന്നെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പം അസീലിൻ്റെ കാഴ്ചപ്പാടുകളോട് ഞാൻ പല കാര്യങ്ങളിലും എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ അസീൽ കാണുന്നത് പോലെ അല്ല പല ആളുകളും ഇതിനെ കാണുന്നുള്ള കാര്യം. താങ്കളുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള പല ആളുകളും ഇത്തരത്തിൽ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണ്.
ശരിക്കും നമ്മുടെ ലഹരിയുടെ ഉപയോഗം വളരെ വ്യാപകമാണ്. കാര്യം ഞാൻ ചെവി കൊണ്ട് കേൾക്കുന്നതും അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതായിട്ടുള്ള പല അവസരങ്ങളും പല ഇത്തരത്തിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമാണ്. അതൊരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. താങ്കളും അത്തരത്തിൽ അതിനെപ്പറ്റി ന്യായീകരിച്ചിട്ടില്ല. കുറ്റവാളിക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പം ഞാനും ഒക്കെ തന്നെ റാഗിങ്ങിന് വിധേയരായിട്ടുണ്ട്. ഇപ്പോൾ അപർണ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അത്തരം സാഹചര്യത്തിലൂടെ കടന്നു വന്നുകൊണ്ട് നമ്മൾ ജീവിതത്തെ കൂടുതൽ വളരെ ശക്തമായ രീതിയിൽ അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ റാഗിങ് അല്ലെങ്കിൽ അധ്യാപകരുടെ ശിക്ഷയൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതിനകത്തുള്ള ഒരു പോയിന്റ് ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നത്, ഇപ്പോൾ മാറ്റങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ. നേരത്തെ പറഞ്ഞ പോലെ കളിക്കൊടുക്കുകയോ അല്ല ബാലരമയിലോ ലിമിറ്റ് ചെയ്തിരുന്ന ഒരു സമൂഹത്തെ ഈ ഒരു എന്താണ് ചെറിയൊരു വേൾഡിനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ് ദിവസം പ്രതി വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമൂഹത്തിൽ നമ്മൾ വരുമ്പോൾ ഈ സ്കൂളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമൂഹങ്ങൾ, കുട്ടികൾ ഇടപെടുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ സ്പേസിലേക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പേരൻറ്റിങ്, ഇപ്പോൾ പേരൻറ്റിങ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പേരൻ്റൽ കൺട്രോൾ, അതിനെപ്പറ്റി എത്ര പേർക്ക് അറിയാം? അതായത് ഞാൻ എക്സാമ്പിൾ പറയാം. അതായത് ഒരു പേരൻറ്റ് ഒരു മൊബൈൽ യൂസ് ചെയ്യുകയാണ്. ഈ മൊബൈൽ തന്നെ ആ കുട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പേരൻറ്റ് കാണുന്ന റീൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ സംഭവം അറിയാമല്ലോ, അതിൻ്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ എന്ത് സാധനങ്ങളാണ് നമുക്ക് കാണാൻ താല്പര്യമുള്ളത് ആ സാധനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ക്ലിയർ ആയി. പക്ഷേ ഞാൻ ശ്രീ ജയം പ്രഭിനോട് സമയപരിധിയുണ്ട്. ഇത് പാരന്റിങ്ങിന് മാത്രം വിഷയമാണല്ലോ. അധ്യാപകരെന്ന് പറയുന്നതും ഈ ജനറേഷൻ തന്നെയാണ്. അവർ അപ്ഡേറ്റഡ് ആവാത്ത വിഷയങ്ങൾ ഇതിനകത്തില്ലേ? അല്ല, തീർച്ചയായിട്ടും അധ്യാപകരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പോൾ നേരത്തെ അസീൽ പറഞ്ഞത് പുതിയ തലമുറയുടെ പ്രതിനിധിയിൽ പറഞ്ഞതൊക്കെ 100% നമുക്കതിന് യോജിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അസീൽ പറഞ്ഞതിൽ ഒരു വിയോജിപ്പുള്ളത്, അപ്പോൾ ഞാനൊരു സന്ദർഭം ഓർക്കുകയാണ്. അതായത് ഞാനിപ്പോൾ അസീൽ പറഞ്ഞപ്പോൾ ഓർക്കുന്നത്, പണ്ട് നമ്മുടെ ഒരു സിനിമ, മോഹൻലാലിൻ്റെ തന്നെ മറ്റൊരു സിനിമ ഉണ്ട്, ഒരു അമൃതംഗമയ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അപ്പോൾ അതിൽ റാഗിങ് ഉണ്ട്. മെഡിക്കൽ സ്റ്റുഡൻസ്, വിനീത് എന്ന് പറയുന്ന നടനെ റാഗ് ചെയ്യുന്നതുണ്ട്. പക്ഷേ ആ റാഗിങ് ആണോ ആവേശം എന്ന സിനിമയിൽ ഇപ്പോൾ വന്ന നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ സിനിമയിൽ നടന്ന റാഗിങ്? മാത്രമല്ല ആ റാഗിങ്ങിൽ അമൃതംഗമയിൽ മോഹൻലാൽ റാഗ് ചെയ്തതിന് ശേഷം അതിന് പരിഹാരമായി പശ്ചാത്താപമായിട്ട് പ്രായശ്ചിത്തം ചെയ്യുന്നത് പോലെ വളരെ മാനുഷികമായ തലത്തിലേക്ക് മാറി അതിൻ്റെ കുടുംബത്തെ രക്ഷിക്കുക മറ്റൊരു തലത്തിലേക്ക് ആ മോഹൻലാൽ എന്ന അന്നത്തെ ജനറേഷനിൽ സാധിക്കുന്നുണ്ട്, തലമുറയ്ക്ക് യുവാവിന് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വരുമ്പോഴത്തേക്കും ആവേശ സിനിമയിൽ വരുമ്പോഴത്തേക്കും അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങളാണ് റാഗിങ് വിധേയമാകുന്ന കുട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം അത് നമ്മൾ ഓവർകം ചെയ്യണമെന്നുള്ളത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പാരൻറ്റിങ്ങിലും രക്ഷിതാക്കളും അധ്യാപകരും ഒരുപാട് മാറി ഈ കുട്ടികളെ, ഇപ്പോൾ നേരത്തെ അസീൽ പറഞ്ഞതിൽ പൂർണ്ണമായി യോജിപ്പുള്ളത്, ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് സംവിധാനം, അവർക്ക് സപ്പോർട്ടിംഗ് സിസ്റ്റം തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടാകേണ്ടത്. അത് വിദ്യാഭ്യാസ വകുപ്പ് തീർച്ചയായിട്ടും. ഡോക്ടർ മോഹൻ റോയ്, ആ കൗൺസിലിംഗ് സംവിധാനം ഒന്ന് ചുരുക്കി പറയണമെന്നും കൂടെ ഒരു അഭ്യർത്ഥന. ആ ഒരു കൗൺസിലിംഗ് സംവിധാനം കൃത്യമല്ല, ആ ഒരു സംവിധാനമാണ് വേണ്ടത്. അതാണോ ഇതിന്റെ ഫൈനൽ പരിഹാരം? അസീൽ പറയുന്നത് അതാണോ ഇതിന്റെ ഒരു ഫൈനൽ പരിഹാരം? ഡോക്ടർ മോഹൻ റോയ്, അങ്ങനെ ഒരു കൗൺസിലിംഗ് ആണോ ഇതിന് കൃത്യമായ പരിഹാരം? അപ്പോഴും ഈ കൗൺസിലിംഗ് നടത്തുന്നവർക്ക് ഈ ജനറേഷനെ ശരിക്കും അഡ്രസ് ചെയ്യാനോ റിലേറ്റ് ചെയ്യാനോ കഴിയുമോ? അല്ലല്ല, ഏകമുഖമല്ല കാരണങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ, ബഹുമുഖമാണ് കാരണങ്ങൾ എന്നുകൊണ്ട് തന്നെ അതിന്റെ പരിഹാരവും ബഹുവോ. പക്ഷേ ഇതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എനിക്ക് തോന്നുന്നു ഇതിലുള്ളതിൽ നമ്മൾ ഈ ജനറേഷന്റെ പ്രായം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബൂമേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ബൂമേഴ്സിലെ ആളാണ് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് സാറ്. ഇവർ തമാശ ശ്രദ്ധിച്ചാൽ ഈ ബൂമറായ അദ്ദേഹം ജനറേഷൻ എക്സിനെയും വൈയെയും തെറി വിളിക്കുക. അതായത് ബൂമേഴ്സൊക്കെ വളർത്തിയവരെല്ലാം വളരെ നല്ലവരായിരുന്നു. കരിക്കുപില്ല കൊലക്കേസിനെ കുറിച്ചൊന്നും ഞാൻ വിസ്താര ഭയം കൊണ്ട് കൂടുതൽ പറയുന്നില്ല. വീട്ടിലുള്ള അച്ഛനെയും അമ്മയും കൂടി തട്ടിയ കഥയൊക്കെ സാറ് സർവീസിലുള്ള സമയത്ത് തന്നെ, അപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ ഈ പറയുന്ന ബൂമർ എക്സിനെ കുറ്റം പറയുന്നു, എക്സും വൈയും കൂടെ സെഡിനെയും ആൽഫയും കുറ്റം പറയുന്നു. ഇതല്ലല്ലോ നമുക്ക് വേണ്ടത്. ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ മാത്രമല്ല, അദ്ദേഹം അതിൽ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ. അധ്യാപകർ സംഘടനകളിൽ നടക്കും. അധ്യാപകർക്ക് എന്താ സംഘടനാ പ്രവർത്തനം നിരോധിച്ച സ്ഥലമാണോ ഇത്? സ്കൂളുകളിൽ രാഷ്ട്രീയം പാടും. ബഹുമാനപ്പെട്ട സാർ സ്കൂളുകളിൽ രാഷ്ട്രീയം നിരോധിച്ചതിന് ശേഷം അവിടെ മതതീവ്രവാദ സംഘടനകളും അതിനുശേഷമാണ് ലഹരി വന്നത്. പണ്ട് ക്യാമ്പസിലൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്ന കാലത്ത് ക്യാമ്പസിലുണ്ടായിരുന്ന കുഴപ്പക്കാരെയും മറ്റുള്ളവരെയൊക്കെ കണ്ടുപിടിച്ചിരുന്നത് ഈ രാഷ്ട്രീയക്കാരായിരുന്നു. അവിടെയുള്ള കുട്ടികൾ തന്നെയായിരുന്നു, കുട്ടികളുടെ നേതാക്കന്മാരായിരുന്നു. അതൊക്കെ നിരോധിച്ചത് കൊണ്ട് എല്ലാം ഒക്കെ ശരിയായി. സമയപരിമിതികളാണ്. ഒരു 30 സെക്കൻഡ്. ഞാൻ ശ്രീ ജോർജ് ജോസഫ് സാർ വന്നത് ലേറ്റ് ആയിട്ടാണ്, പക്ഷേ ഈ വിഷയത്തിലേക്ക് ജനറേഷൻ എക്സിന്റെ ഒരു പ്രശ്നമാണ് എന്ന രീതിയിൽ ഞാൻ ആ സമയം വരുന്നുണ്ട്. ഡോക്ടർ മോഹൻ റോയ്, അത് അദ്ദേഹം കേൾക്കുന്നുണ്ട്. താങ്കളുടെ മറുപടി കൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഡോക്ടർ ശ്രീ ജോർജ് ജോസഫ്, ഡോക്ടറെ
ഇല്ല ഡോക്ടർ ഒപ്പീനിയോട് വിയോജിക്കുന്നു. ഞാൻ ഒരു 30 വർഷമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുക. അശ്വിൻ എന്ന കുട്ടിയുടെ ഒപ്പീനിയൻ എത്ര നാളുകൊണ്ട് കേട്ടിരിക്കുന്നു? 30 വർഷമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ 30 വർഷമായിട്ട് ഞാൻ ഇത് കേട്ടിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല, ഒരു മാറ്റം ഉണ്ടായില്ല. അഗ്രസീവായിട്ട് ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. ഡിസിപ്ലിൻ ഇല്ലാത്ത കുഴപ്പം തന്നെ. അത് എല്ലാവർക്കും ഡിസിപ്ലിൻ വേണം. അത് അങ്ങനെയാണ്. ഇല്ലില്ല, പോലീസ് ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടല്ലേ പോലീസ് നിലനിൽക്കുന്നത്. പോലീസ് ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടല്ലേ നിലനിൽക്കുന്നത്. പട്ടാളത്തിൽ ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടല്ലേ നിലനിൽക്കുന്നത്. സമൂഹത്തിൽ ഡിസിപ്ലിൻ ഇല്ല. കുറെ ആൾക്കാരിരുന്ന് അവിടെ പോയി കൗൺസിലിംഗ് അത് ഇത് കുറെ ഒട്ടും നടക്കാത്ത ചില കാര്യങ്ങൾ പറഞ്ഞോണ്ട് ഡോക്ടർ മോഹൻ റോയ് ഞാൻ പറയണമെന്ന് കേക്ക്. ഇല്ല നിക്ക അതൊന്നും അല്ല. അങ്ങനെ അതിനോട് അംഗീകരിക്കാൻ പറ്റില്ല. അതൊന്നും അല്ല. കാരണം ക്രിമിനൽ ആയിട്ടുള്ളവരെ ഞാൻ ഒരു മാസം മുമ്പ് ഇവിടെ എന്റെ അടുത്ത ബൈക്കിലിരുന്ന പോലീസ് ഉദ്യോഗസ്ഥ എന്നോട് ചോദിച്ചു ഇവൻ എന്തിനാണ് ചത്തതെന്നാണ്. സാർ ഞാൻ പറയുന്നത് പോലീസ് ഒരു ഡിസിപ്ലിൻ ഫോഴ്സ് ആണെന്ന് മറ്റൊരു തലത്തിലേക്ക് ചെന്നപ്പോഴേക്കും ആ സമയം തീർന്നു പോയൊരു വിഷയം. ഇത് ജനറേഷൻ എക്സിനും കൃത്യമായിട്ട് അറിയില്ല എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ജനറേഷൻ ആൽഫയോടും ജെയോടും ചോദിക്കുക നിങ്ങളുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നൊരു കാര്യമുണ്ട്. പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചു ഇങ്ങനെ അക്രമവാസന കൂടുന്നുണ്ടോ ഈ പുതിയ തലമുറയിൽ എന്ന് ചോദിച്ചപ്പോൾ 94% പ്രേക്ഷകരും ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ആ 94% പ്രേക്ഷകരും എന്ന് പറയുന്നത് ഈ ജനറേഷൻ എക്സും ജനറേഷൻ വൈയുമാണ്. സ്വാഭാവികമായിട്ടും ആൽഫയും സിയും എന്താണ് അവരെക്കുറിച്ച് കരുതുന്നത്, എന്താണ് പരിഹാരമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പുതിയ തലമുറ കൂടി, ഒരു പഴയ തലമുറ കൂടി ഇതിന് പിറകിലുണ്ട്. അതുകൊണ്ട് ആ പോള് മുഖവിലക്കെടുക്കാൻ എനിക്ക് വ്യക്തിപരമായിട്ട് കഴിയുന്നില്ല. ഏതായാലും ഈ ചർച്ച ഈ ചെറിയ സമയം കൊണ്ട് പൂർണ്ണമാകില്ല. വളരെയധികം നന്ദി. ഏതായാലും പാനൽ ചേർന്ന സയ്യിദ് ഷിയാസ് മുസ, ജയം റഹീം, ശ്രീ ജോർജ് ജോസഫ്, ഡോക്ടർ മോഹൻ റോയ്, ഒപ്പം ആസിൽ, പ്രത്യേക നന്ദി ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നത്. പൂർണ്ണമാകുന്നു. വനമുദ്യോഗസ്ഥർക്കെതിരെ പ്രകോപന പ്രസംഗവും